കൺകൾ തുറന്നു ഞാൻ കാണുന്നേ. 7 പൊൻവിളക്കിൻ നടുവിൽ എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ. 7 പൊൻവിളക്കിൻ നടുവിൽ നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും, നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും, ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും സ്തുതികൾക്കു യോഗ്യനേ. അങ്ങു മാത്രം യേശുവേ, സ്തുതികൾക്കു യോഗ്യനേ. അങ്ങു മാത്രം യേശുവേ. ഹീമം പോലെ തലമുടിയും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളോ, ഹീമം പോലെ തലമുടിയും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളോ, പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി, പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി, ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും സ്തുതികൾക്കു യോഗ്യനേ. അങ്ങു മാത്രം യേശുവേ, സ്തുതികൾക്കു യോഗ്യനേ. അങ്ങു മാത്രം യേശുവേ. എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ, സൂര്യനേക്കാൾ ശോഭയുള്ളതാ എൻ കണ്ണുകളാൽ മുഖം കാണുന്നേ, സൂര്യനേക്കാൾ ശോഭയുള്ളതാ. മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളോ, മരണപാതാളത്തിൻ ശക്തിയെ തകർത്ത താക്കോൽ കയ്യിലുള്ളോ, ആദ്യനും അന്ത്യനും ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും, ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും സ്തുതികൾക്കു യോഗ്യനേ. അങ്ങു മാത്രം യേശുവേ, സ്തുതികൾക്കു യോഗ്യനേ.
സ്തുതികൾക്കു യോഗ്യനേ, അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്കു യോഗ്യനേ, അങ്ങു മാത്രം യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രൂപവും നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും
സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. കർത്താവിൽ പ്രിയരേ, എന്ന് പകൽ നാം ഇങ്ങനെ പാടിയല്ലോ, ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയും ആയവൻ അവിടുന്ന് മാത്രം, യേശു മാത്രമാകുന്നു. വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ടാ? വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടോ? പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ അപ്പോസ്തലനാ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വെളിപ്പെട്ടപ്പോൾ, വെളിപ്പാട് പുസ്തകം 1-ാം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അടുത്ത പദം ഇങ്ങനാണ്, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. ഇവിടുന്ന് പാടിയെങ്കിൽ ഈ പാട്ടിലൂടെ, ഈ ആരാധനയിലൂടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഇവിടെ വെളിപ്പെടുവാനിടയായിത്തീരണം. ഒരു ചിന്ത ദൈവമക്കൾക്ക് കൈമാറട്ടെ. നാം ആരാധിക്കുമ്പോൾ വെറുതെയല്ല ആരാധിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടപ്പോൾ കണ്ട കാഴ്ച അതിങ്ങനെയായിരുന്നു, വലങ്കൈ എൻ്റെ മേൽ വെച്ചു എന്ന് കാണുന്നു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വലങ്കൈ വച്ച യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം. പുറപ്പാട് പുസ്തകം 33 മോശ ദൈവ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ അവിടെ വലങ്കൈ വെച്ച് തൊടുകയല്ല ചെയ്തത്, കൈകൊണ്ട് മറച്ചൊരു സാന്നിധ്യത്തിന്റെ മറവിൽ ഇരുത്തിയെങ്കിൽ ഈ ആരാധനയിൽ ഒരു ദൂത് കൈമാറുകയാണ്. പുതിയ നിയമസഭയെ നാം ഒരുമിച്ച് ഇന്ന് പകൽ കൂടി വന്നിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കുകയല്ല, ആ സാന്നിധ്യം നമ്മെ തൊടുകയാണ്, തൊട്ട് ബലപ്പെടുത്തുകയാണ്. നമ്മെ തൊട്ട് ബലപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യമാണ് ഈ ആരാധനയിൽ അനുഭവിക്കുന്നത്. അങ്ങനെ യോഹന്നാൻ അപ്പോസ്തലനോട് പറഞ്ഞ വാക്കാണ്, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത്തവനാണ്, ഞാൻ ആദ്യത്തവനാണ്. ഇന്ന് പകൽ ഒന്നാമനായി കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. സകല പ്രതിസന്ധികളുടെയും മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിപ്പാൻ കഴിയുന്ന എത്ര പേരുണ്ട്? എൻ്റെ കർത്താവ് ആദ്യനാണ്, മാത്രമല്ല എൻ്റെ കർത്താവ് വലങ്കൈ വെച്ച് തൊടുന്ന ദൈവമാണ്. ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. ഇന്ന് പകൽ അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവിക സ്പർശനം ഇവിടെ അനുഭവിക്കണം. ഓരോരുത്തരും ദൈവിക സ്പർശനം അനുഭവിക്കണം. കർത്താവിന്റെ വലങ്കയുടെ സ്പർശനം ഈ പകൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എന്നെ ഒന്ന് തൊടണമേ കർത്താവേ,
ഈ ആരാധനയിൽ എന്നെ ഒന്ന് സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ആ വലങ്കൈ അത് ഇന്ന് പകൽ ആ കർത്താവിന്റെ സ്പർശനം ഒന്ന് അനുഭവിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ. മോശയ്ക്ക് വെളിപ്പെട്ടപ്പോൾ അത് ഭാഗികമായി വെളിപ്പെടുത്തിയെങ്കിൽ പത്മോസിന്റെ ഏകാന്തതയിൽ അത് ഇറങ്ങി വന്നിട്ട് തൊട്ടു ബലപ്പെടുത്തുന്നു. അത് ആഗ്രഹിക്കുന്നവര് കരമടിച്ചു തുടങ്ങിക്ക്, ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്ക്. ഇന്ന് പകൽ എന്നെ ഒന്ന് തൊട്ടു ബലപ്പെടുത്തണം. എന്നെ ഒന്ന് തൊട്ടു ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ദൈവശകനെ ഇവിടെ വെളിപ്പെടണമേ. കരമടിച്ചതരങ്ങളെ തുറന്ന് ആത്മാവിൽ പാടാ. കർത്താവ് തൊട്ട് ചിലരെ ബലപ്പെടുത്തട്ടെ. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം പകരട്ടെ. രോഗികൾക്കത് സൗഖ്യമാകട്ടെ, ബലഹീനർക്ക് ശക്തിയാകട്ടെ. കരങ്ങളടിച്ചാത്മാവിൽ പാടേ, അതരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്ത കർത്താവ് തൊടുന്ന പകലാകട്ടെ. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാമേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാമേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമാ, അടിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമാ. കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമാ, അടിപ്പിണരിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമാ. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ. ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാമേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ, സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാമേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ക്രിസ്തു യേശുവിൽ ജയോത്സവമായി നമ്മെ നടത്തിടും. എല്ലായിടത്തും തൻ സൗരഭ്യമായി നമ്മെ അയച്ചിടും. ദേശം തുറന്നിടും, വഴിയൊരുക്കിടും, താമ്രവാതിലും താൻ തകർത്തിടും. ദേശം തുറന്നിടും, വഴിയൊരുക്കിടും, താമ്രവാതിലും താൻ തകർത്തിടും. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. പാക്കയിൻ താഴ്വരയോ ബറാക്കായിടുമേ. ഭയപ്പെടാതെ ഉറച്ചു നിന്ന് സ്തോത്രം പാടിടാം. പാക്കയിൻ താഴ്വര
പരിശുദ്ധനാം ആത്മാവിനാൽ സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാം ആത്മാവിനാൽ സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാം ആത്മാവിനാൽ സൈന്യത്താലല്ല ശക്തിയാലല്ല പരിശുദ്ധനാം ആത്മാവിനാൽ യേശു നല്ലവൻ ദയയുള്ളവൻ ജയവീരനാം സൈന്യാധിപൻ യേശു നല്ലവൻ ദയയുള്ളവൻ ജയവീരനാം സൈന്യാധിപൻ സർവസൈന്യാധിപൻ യേശു സർവാധികാരിയാം യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു സർവസൈന്യാധിപൻ യേശു സർവാധികാരിയാം യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമാ അടിപ്പിണറിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമാ കാൽവരിയിൽ വൈരികളിൽ ആയുധം നിർവീര്യമാ അടിപ്പിണറിൽ വ്യാധികളിൽ വേരുകൾ നിർജീവമാ ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം യേശു കർത്താവ് രക്ഷനായകൻ സർവസൈന്യാധിപൻ യേശു സർവാധികാരിയാം യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു സർവസൈന്യാധിപൻ യേശു സർവാധികാരിയാം യേശു സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തം പാവനമ പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം ശ്രീയേശു നാമം അതിശയനാമം ഏഴേലിമ്പനാമം ശ്രീയേശു നാമം അതിശയനാമം ഏഴേലിമ്പനാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്നു ഉന്നതന്റെ വണ്യനാമം അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്നു ഉന്നതന്റെ വണ്യനാമം ശ്രീയേശു നാമം അതിശയനാമം ഏഴേലിമ്പനാമം ശ്രീയേശു നാമം അതിശയനാമം ഏഴേലിമ്പനാമം ഭൂമിയേവം പാതാളം ഒരു പോൽ വാരി വണങ്ങും നാമം വാനം ഭൂമിയേവം പാതാളം ഒരു പോൽ വാഴ്ത്തി വണങ്ങും നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം ശ്രീയേശു നാമം അതിശയനാമം ഏഴേലിമ്പനാമം ശ്രീയേശു നാമം അതിശയനാമം ഏഴേലിമ്പനാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമും മഹത്വമുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങി
വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. യേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരുന്ന നാമം. നാടുവാഴികളാം തന്റെ സിദ്ധരുമലാവിൽ സിംഹാസനത്തിൽ വാഴും നാമം. നാടുവാഴികളാം തന്റെ സിദ്ധരുമലാവിൽ സിംഹാസനത്തിൽ വാഴും നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനാമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനാമ പുണ്യനാമം. യേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്റെ കുമാൻ മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്തു എന്റെ കുമാൻ മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. വാനം ഭൂമിയേവം പാതാളം ഒരു പോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനം ഭൂമിയേവം പാതാളം ഒരു പോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വെപ്പിച്ച നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേലിക്കുംബനാമം. നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂവിൽ
സിംഹാസനത്തിൽ വാഴും നാമം. നാടുവാഴികളാം തന്റെ സിദ്ധരുമായി ദാവീദ് സിംഹാസനത്തിൽ വാഴും നാമം. ശ്രീയേശു നാമം അതിശയ നാമം, ഏഴേനിക്കിമ്പ നാമം. ശ്രീയേശു നാമം അതിശയ നാമം, ഏഴേനിക്കിമ്പ നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനമ പുണ്യനാമം. ശ്രീയേശു നാമം അതിശയ നാമം, ഏഴേനിക്കിമ്പ നാമം. ശ്രീയേശു നാമം അതിശയ നാമം, ഏഴേനിക്കിമ്പ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. ഓ എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. 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 എല്ലാ മുഴങ്കാലും പാടകീഴും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള 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 നാമം. യേശു നാമം അതിശയ നാമം, ഏഴേനിക്കിമ്പ 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 നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കരിഞ്ഞ 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 നാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. 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 ശ്രീയേശു നാമം അതിശയ നാമം, ഏഴേനിക്കിമ്പ നാമം. 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 ശ്രീയേശു നാമം അതിശയ നാമം,
Hallelujah, hallelujah. Hallelujah, 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 hallelujah. Oh, hallelujah, 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 hallelujah. Hallelujah, 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 ശക്തിയോടെ 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 അഭിഷേകത്തോടെ ആത്മനിറവോടെ അന്യഭാഷകളിൽ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. എല്ലാ നാമത്തിനും മേലായ നാമം ഇവിടെ ഉയർത്തട്ടെ. കരങ്ങളടിച്ച അതരങ്ങളെ തുറന്ന് ആത്മാവിൽ പാടി അഭിഷേകത്തോടെ Bala dala 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 gada gasi athara dala uda bala thira dala bahusha si amthara uda bala dhiri viri viri bala gasamthani. Hallelujah. ശക്തമായ ദൈവപ്രവൃത്തി അഭിഷേകം
അത്ഭുതങ്ങൾ നടക്കട്ടെ. സകല നാമത്തിന് മേലായ നാം ഇവിടെ ഉയർത്തുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഓ റീബാല ബാല ബാബ റോഡാബാല ധീരാബാല ദിരേദിരി റിബാല ദല ബൗഡാബാല ബല ഗഡഗസിയ റൂഡാബാല ബല ബൗഡാബാല ബല ബാബ റൂഡാബാല ധിരിബാല ബല ഗഡഗസിയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ റബല ബാബ ബാബ റബല ബാബ 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 റബല ബരിഖത ബാബ ബാബ ഓ റിബല ബല ഗഡഗസിയ തന റബല ദല ദല ധിരിബല ദര ദല ഗഡഗസിയ തന ഓരി തബല തഗരിയാല ബര തല ദിയാദല. ഓ ദൈവത്തിന് മഹത്വം 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 ദൈവത്തിന് മഹത്വം. Thank you Lord Jesus. Hallelujah 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 hallelujah. Oh Jesus. Ribala thala dala rabala baba bathara dili bara dala 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 dala. Hallelujah. Rikene bele dele dele. നന്ദി യേശുവേ നന്ദി കർത്താവേ നന്ദി 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 നന്ദി. ഓ ജീസസ് ജീസസ്. Thank you Lord, thank you Lord, thank you Lord, thank you Lord. Buda bala dala diri diri dala bada bala baba baba baba. Dibiri katala dala dala dala. Thank you Lord, thank you Lord, thank you Lord, thank you Lord. Thank you Lord, thank you Lord, thank you Lord. Thank you Lord, thank you Lord, thank you Lord, thank you Lord. Hori baladala dala gadaga shamthani hadiri balati adala diri dala rasi mahalladi arabalaga dara dala gadaga shamdala riki diri baladala dala dala ga samthani. Yeshua. Thank you Lord. Thank you Jesus. Thank you Jesus. നാം ഇങ്ങനെ പാടി പാപപരിഹാർത്ഥം പാതകരെ തേടി വന്നു. അതെന്നെ തേടി വന്നെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയാമോ? എന്നെ തേടി വന്നതിനായി സ്തോത്രം പറയുന്നു. എന്നെയാണ് തേടി വന്നത്. എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്.
എന്നെ രക്ഷിപ്പാനാണ് കാൽവറിയിൽ എനിക്ക് വേണ്ടി ജീവനെ നൽകിയത്. ആ കർത്താവ് ഇന്ന് പകൽ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ എന്നെ തൊട്ട് സുഖപ്പെടുത്താൻ മതിയായവൻ, വലങ്കൈ എൻ്റെ മേൽ വയ്ക്കുവാൻ മതിയായവൻ. ഈ ആരാധനയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയായി കർത്താവിന്റെ വലങ്കരം ഉയർത്തപ്പെട്ട കരങ്ങളിൽ മേൽ സ്പർശിക്കട്ടെ. കർത്താവിന്റെ വലങ്കര് ഉയർത്തപ്പെട്ട കരങ്ങളിൽ സ്പർശിക്കട്ടെ. കർത്താവിന്റെ മഹത്വം കൊടുത്തേ. കലങ്കരം തൊട്ട് കർത്താവ് ഒന്ന് തൊടട്ടെ. വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നല്ലോ. യേശു കർത്താവിന്റെ നാമത്തിൽ ദൈവിക സ്പർശനം അനുഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പാടി എല്ലാ നാമത്തിനും മേലായ നാമം യേശുനാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. രോഗികൾക്ക് സൗഖ്യം നൽകുന്ന നാമം. വിശ്വസിച്ചാമേൻ പറയാമോ? കരമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയോ. സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ കൈ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. സൗഖ്യമാക്കുവാൻ ദൈവത്തിന്റെ കരം ഇതിനകത്തുണ്ട്. ആത്മസാന്നിധ്യം ഇതിനകത്തുണ്ട്. ഓ, പരിശോധിച്ചാൽ പ്രത്യക്ഷമായ വിടുതൽ വെളിപ്പെടത്തക്ക നിലകളിൽ അതെ അടുത്ത ഈ സമയത്തിനുള്ളിൽ 10-23 അതെ ഒരു ദൈവ പ്രവർത്തിക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കണ്ണാലെ കാണുവാൻ, ദൈവകരം ഇറങ്ങുവാൻ ശിബനാദലസി റിബികാനിയസെകേരിബാലാബാബാ ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവിന്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. യേശു ക്രിസ്തുവിന്റെ നാമം ഞങ്ങളെ വിടുവിക്കുന്ന നാമമാണ്. യേശു ക്രിസ്തുവിന്റെ നാമം ഞങ്ങളെ തൊടുന്ന നാമമാണ്. ഞങ്ങളെ തൊട്ട് ബലപ്പെടുത്തുന്ന നാമം. ഒന്ന് പറയാമോ അടുത്തിരിക്കുന്ന ആളിനോട്? അതെങ്ങനെ പറയണം? യേശു കർത്താവിന്റെ നാമം നിങ്ങളെ തൊട്ട് ബലപ്പെടുത്തുന്ന നാമമാണ്. പറഞ്ഞു, ധൈര്യത്തോടെ പറഞ്ഞു. തൊട്ട് ബലപ്പെടുത്തും. അത് പറയുമ്പോൾ കർത്താവിനെ തൊട്ട് ബലപ്പെടുത്തു. നമ്മുടെ വാക്കവരെ ശക്തിപ്പെടുത്തു. കർത്താവ് തൊട്ട് ബലപ്പെടുത്തുന്ന പകലാണ്. കർത്താവ് തൊട്ട് ബലപ്പെടുത്തു. കർത്താവ് തൊട്ട് ബലപ്പെടുത്തു. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആത്മനിറവിന്റെ ആരാധന കർത്താവ് ഇവിടെ നമുക്ക് നൽകിയല്ലോ. അഭിഷേകത്തിന്റെ ആരാധന നൽകിയല്ലോ. തിരുസാന്നിധ്യത്തിന്റെ മറവിൽ തുടർന്നും ഇരുത്തട്ടെ. കടന്നു വന്നത് അനുഗ്രഹമാകട്ടെ. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്ത് ഇന്നത്തെ ആരാധന അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച്, ശുശ്രൂഷകൾ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച്, കടന്നു വരാൻ കഴിയാത്തവരുണ്ട്, അറിയിച്ചവരുണ്ട്, ബലഹീനതയിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവ് തൊടട്ടെ. ക്ഷീണിതരെ സ്പർശിക്കട്ടെ. ഈ ആരാധനയെ കടന്നു വന്ന എല്ലാവർക്കും വലിയ ആത്മശക്തി കർത്താവ് പകരട്ടെ. വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ സഭായോഗത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന എൻ്റെ സ്നേഹിതനായ പ്രിയ സൗപി ചാണ്ടി പാസ്റ്റർ കുടുംബം, അതുപോലെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ പ്രിയ രാജു ബ്രദർ, സൺഡേ സ്കൂളിൻ്റെ സെൻറ്ററിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ജോബിൻ ബ്രദർ, മറ്റ് മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിന്നി പാസ്റ്റർ ഇവിടെ ശുശ്രൂഷിക്കുന്ന സമയത്താണ്. അതിനുശേഷം ഇങ്ങനെ ഒരു അവസരം, പ്രത്യേകിച്ച് ഇന്ന് ഉച്ച കഴിഞ്ഞ് നടക്കുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനോടുള്ള ബന്ധത്തിൽ ആണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ കടന്നു വരുവാനായിട്ട്
ഇടയായിത്തീർന്നത്. അധ്യാപകരൊന്ന് കരമുയർത്താമോ? അധ്യാപകർ, സൺഡേ സ്കൂൾ അധ്യാപകരൊന്ന് കരമുയർത്താമോ? 1 2 3 4. ഞാൻ സഹോദരിമാരെ കണ്ടില്ല. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ പ്രത്യേകം വന്ദനം ചെയ്യുന്നു. കർത്താസിനെ കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ വളരെ അടുത്ത് സഹകരിക്കുന്നവരും പ്രത്യേക കുടുംബസ്നേഹിതരുമൊക്കെയാണ്. ദേവദാസിൻ്റെ 3 കുഞ്ഞുങ്ങളും വളരെ വിലപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിന് വളരെ വിലപ്പെട്ടവരാണ് അവരെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുക. ഈ സഭ ദൈവസഭയിലെ ഒരു പ്രധാനപ്പെട്ട സഭയാണല്ലോ. ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. സഭയുടെ ഔദ്യോഗിക ഭാരവാഹികളെയൊക്കെ പ്രത്യേകം വന്ദനം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട് ദീർഘവർഷങ്ങളായി പ്രവർത്തനങ്ങളിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകുന്ന എല്ലാ അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. 101ാമത്തെ വർഷത്തിലാണ് നമ്മുടെ സൺഡേ സ്കൂൾ ഈ വർഷം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ 100ാമത്തെ വർഷം സമുചിതമായിട്ട് ആഘോഷിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു. അതിലൊക്കെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടായിരുന്നു. അതിനെല്ലാം ഞാൻ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും പ്രത്യേകം സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വന്ന് സാക്ഷികളെ പ്രസ്താവിച്ചു. അത് ഞാൻ ശ്രദ്ധിച്ചു. പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത് കൊച്ചു കുഞ്ഞുങ്ങളാരുമില്ല. അപ്പോൾ എൻ്റെ അറിവിൽ ഇവിടെ ബോവസാണ് ചെറുപ്പക്കാരനായിട്ടുള്ളത്. ഞാൻ ചോദിച്ചു, ബോവസിന് കുഞ്ഞുങ്ങളില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരല്പം ആശ്വാസമായി. പ്രൈസ് ദി ലോർഡ്. KG പഠിക്കാനൊരു കുഞ്ഞുണ്ട് എന്നുള്ളത്. അപ്പം ബാക്കി ഞാൻ പാസ്റ്ററോട് പറയുമായിരുന്നു, ഇവരൊക്കെ പ്രധാനപ്പെട്ട ഈ ഇവിടെ ബോയ്സിൽ നിന്നവരും ഗേൾസിൽ നിന്നവരും ഭൂരിഭാഗം എനിക്കൊന്ന് 2-3 വർഷത്തിനകം എന്ത് ചെയ്യും, പാസ് ഔട്ടാവും സൺഡേ സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിനുശേഷം നമുക്ക് സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങൾ വേണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കൂടെ ഓടി നടക്കുന്നതൊക്കെ ഒരു സന്തോഷമാണ്. പണ്ടതൊരു ശല്യമായിട്ടൊക്കെ ആയിരുന്നു ആളുകൾ കാണുന്നത്. ഇന്ന് ഞാനത് പറയുന്നത് അതൊരു സന്തോഷമാണ്, ഒരു ആഘോഷമാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഓടി നടക്കുന്നതൊക്കെ സന്തോഷമാണ്. നമ്മുടെ സഭകളിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവണം. നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ടാകണം. ഇന്നലെ ഞാനൊരു ദൈവദാസനുമായിട്ട് ഇങ്ങനെ ഒരു യാത്രയിൽ പോയപ്പോൾ അദ്ദേഹം എന്നെ പറയാനായിട്ട് ഇടയായി തോന്നുന്നു. നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ പൊതുവേ ഇന്ന് കുഞ്ഞുങ്ങൾ പല ദമ്പതികൾക്കും ഇല്ല. അതിൽ ഒരു ഫാമിലിയുടെ കാര്യം പറയായിരുന്നു. ഒരു അച്ചായൻ്റെ 4 മക്കൾ, 4 മക്കളും വിവാഹിതരാണ്. പക്ഷെ 4 മക്കൾക്കും കുഞ്ഞുങ്ങളില്ല. 4 മക്കളും വിവാഹിതരാണ്. 4 മക്കൾക്ക് എന്തില്ല? കുഞ്ഞുങ്ങളില്ല. ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ ഓർത്തൊന്ന് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളൊക്കെ എന്നെ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് ചോദ്യമൊക്കെ ചോദിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ സന്ദേശം എനിക്ക് നൽകിയിരിക്കുന്ന സമയത്തിനുള്ളിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ബൈബിളിലെ ഒരു ബാലകനെക്കുറിച്ചും അതുപോലെ ഒരു കുഞ്ഞിനെക്കുറിച്ചുമാണ് പറയുന്നത്. ആരാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു ക്ലൂ തരാം. ഒരാൾ പുതിയ നിയമത്തിൽ നിന്നാണ്, ഒരാൾ പഴയ നിയമത്തിൽ നിന്നാണ്. പറയാമോ? ഉറക്കെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പഠിക്കുന്ന സ്റ്റോറിയിൽ നിന്ന് തന്നെയുള്ള എനിവേ നിങ്ങൾക്കറിയാവുന്ന ഭാഗമാണ്, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം. പിടികിട്ടിയോ ആരാന്ന്? 6-ാം അധ്യായം. പിടികിട്ടിയോ? പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 1-2 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചേ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആ ആ അടുത്ത വാക്യം കൂടി മതി. കേൾക്കണേ. ദൈവത്തിന് സ്തോത്രം. യേശു തിബരിയാസ് എന്ന ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. ഏതാണ് വേദഭാഗം? 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം ആളുകളെ പോഷിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. പുതിയ നിയമത്തിൽ 4 സുവിശേഷ പുസ്തകങ്ങളിലും പുസ്തകകർത്താക്കൾ മറന്നു പോകാതെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുതമാണ് ഈ അത്ഭുതം. പല അത്ഭുതങ്ങളും ഒരു പുസ്തകത്തിലോ അല്ലെ 2 പുസ്തകത്തിലേക്കേ ഉള്ളൂ. ഈ അത്ഭുതം എന്താണ്? 4 പുസ്തകത്തിലും മറന്നു പോകാതെ എഴുത്തുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എഴുതിയ വഴിയിൽ അല്പസ്വല്പമൊക്കെ ഓരോരുത്തരുടെ ഭാഷയും രീതിയും അവരവരുടെ
വ്യൂവിലുമൊക്കെ അത് എഴുതിയപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ സംഭവം ഒന്ന് തന്നെ. അത് നമുക്ക് കാണാൻ കഴിയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം, മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിനെക്കുറിച്ചുള്ള മറ്റ് പുസ്തകങ്ങളിലെ വിവരങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ അതിന് പിന്നിലൊരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ പിന്നിലെ പശ്ചാത്തലം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം ഇപ്രകാരമാണ്: യേശു ഈ 2 പേരെ, ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കണം, നിങ്ങൾ പോയി രോഗികളെ എന്ത് ചെയ്യണം? സൗഖ്യമാക്കണം. അങ്ങനെ ഈ 2 പേരായിട്ട് യേശു ശിഷ്യന്മാരെ മിഷൻ ഫീൽഡിലേക്ക് അയക്കുക. അങ്ങനെ ഫീൽഡിൽ പോയി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ഇവർ മടങ്ങി വന്നിട്ട് ഇവർ പറയുകയാണ്, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ, അല്ലെങ്കിൽ കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. വലിയ അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ ഒക്കെ സംഭവിച്ചു. ഭൂതങ്ങളൊക്കെ എന്ത് ചെയ്തു? വിട്ടുപോയി. ഇങ്ങനെ വലിയ തിരക്കുള്ള ഒരു ഭയങ്കര ശുശ്രൂഷയാണ് നടന്നതെന്നുള്ളതിനെക്കുറിച്ച് വളരെ ആവേശോജ്വലമായ റിപ്പോർട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുക. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം കൂടി. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായതുകൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് എന്നിട്ട് അങ്ങനെ അവർ പടക് കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് മനസ്സിലായി അവർക്ക് ഭക്ഷിപ്പാൻ പോലും എന്തില്ലായിരുന്നു? സമയം ഇല്ലായിരുന്നു. കർത്താവിൻ്റെ ദാസനിവിടെ മെസ്സേജ് വളരെ ആത്മനിറവിൽ ശുശ്രൂഷിക്കാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ പലരും ക്ഷീണിതരാ. വയ്യ എന്ന് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് പറയുക, കർത്താവേ മടുത്തു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയുന്നത്, ഇത് ഭയങ്കര ഭാരമാണ്. പ്രൈസലോ. എൻ്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതി തന്നെ ഭയങ്കര കുഴപ്പമാണ്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ പലയിടത്തും ഉണ്ട്, വെളി രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇടയ്ക്ക് വെച്ച് പഠനം ഇവിടുത്തെ നിർത്തിയിട്ട് പേരൻസിൻ്റെ കൂടെ ഒക്കെ പോയരാ. ജപ്പാനിലും ജർമ്മനിയിലും UK-യിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അവൻ പറയുന്നത്, അവർ പറയുന്നത് കേട്ടിട്ട് പറയുന്നത്, അവർക്ക് നമ്മുടെ ഇവിടെ പഠിക്കുന്നത് പോലെയുള്ള പഠന രീതികളില്ല, മനപ്പാഠം പഠിപ്പിക്കുന്ന പഠന രീതികളില്ല, ഇത്രയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പഠന രീതികളൊന്നുമില്ല. അവർക്കെല്ലാം അവരുടെ ഇൻട്രസ്റ്റ് ബേസ് ഉള്ള പഠനമാണ് അവിടെ ഉള്ളത്. എന്താണോ ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ പിള്ളേർ പറയുകയാണ്, മടുത്തു. പ്രൈസ് ലോ. അപ്പനും അമ്മയൊക്കെ പറയുകയാണ്, അയ്യോ ഈ ഭാരം ഭയങ്കരമാണ്, മടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇനി ജീവിത സായാഹ്നത്തിലേക്ക് വന്നവരും പറയുക, എന്താണ്? വയ്യ കർത്താവേ, രോഗമാണ്, ദുഃഖമാണ്, എപ്പോഴും വേദനയാണ്, പ്രയാസമാണ്, എങ്ങനെയെങ്കിലും അങ്ങ് അക്കരെ നാട്ടിൽ എത്തിയാൽ മതി. പ്രൈസ് ലോ. അങ്ങനെ ഏത് ജനറേഷനുള്ള ആളുകൾക്കും ഇപ്പോൾ ഒരു സുഖവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷിച്ചിട്ട് വന്നവർക്ക് പോലും പ്രൈസല്ലോ, ഒരു റെസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അവർക്കൊരു വിശ്രമം ഉണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അത് കണ്ടിട്ട് ഇവരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കുക. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷയാണെന്ന് ഓർക്കണേ കേട്ടോ. ശുശ്രൂഷയുടെ തിരക്കാണ്, ശുശ്രൂഷയുടെ നായകനാണ് കർത്താവ് ഈ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് തീരുമാനിച്ചു. പ്രൈസ് ലോ. എന്നെ കേൾക്കുന്ന വല്യപ്പച്ചന്മാർ, വല്യമ്മച്ചിമാർ, സഹോദരി സഹോദരന്മാർ, ഈ തിരക്കുള്ള നമ്മുടെ ഷെഡ്യൂളിൻ്റെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. പ്രൈസ് ലോ. കുഞ്ഞുങ്ങൾക്ക് പിന്നെ ബ്രേക്ക് എന്ന് പറയുന്നത് കേൾക്കണ്ട, അതിന് മുമ്പേ സന്തോഷമാണ് അവർക്ക്. പ്രൈസ് ലോ. ഈ തിരക്കുള്ള നമ്മുടെ ഷെഡ്യൂളിൻ്റെ ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. 2 ദിവസമൊക്കെ എവിടോട്ടെങ്കിലും ഒന്ന് മാറിയൊക്കെ ഒന്ന് നിൽക്കണം കേട്ടോ. എല്ലാവരോടും സഹോദരിമാരോടും സഹോദരന്മാരോടും എല്ലാവരും. പണ്ടൊക്കെ നമ്മുടെ ഈ പൂർവ്വപിതാക്കന്മാർ ഈ സഭകളിൽ ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. കാരണം അതൊന്നും
വചനത്തിന് ചേരുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അങ്ങനൊന്നും പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ടൂറൊന്നും പോകാൻ പാടില്ല. ഇവിടെ ആരോ ടൂർ പോയ കാര്യം പറഞ്ഞു, ഏതോ കുഞ്ഞുങ്ങൾ അല്ലേ? ആണോ? ആരോടാ പറഞ്ഞേ? എനിവേ, പ്രൈസല്ലോ. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ചിന്താഗതിയൊക്കെ മാറി. ഇപ്പോൾ ഇവിടെ ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആള് പുതിയ നിയമത്തിലെ ആദ്യത്തെ ടൂർ ഓപ്പറേറ്ററാണ്. ആരാണ്? ആരെ? യേശു തന്നെ ടൂർ ഓപ്പറേറ്ററാണ്. കാരണം യേശു ഈ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് അക്കരയ്ക്ക് പോകാൻ, ദൈവത്തിന് സ്തോത്രം, അല്പം ആശ്വസിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്തേക്ക് വേറിട്ട് പോയി. എന്തിനു വേണ്ടിയാ? കുറച്ച് ഈ തിരക്കുകൾ, ബഹളങ്ങൾ. കാരണം യേശുവിൻ്റെ കൂടെ ആയിരക്കണക്കിന് ആളുകൾ, ശുശ്രൂഷയ്ക്ക് 2 പേര് വീതം ഇട്ടപ്പോൾ അവിടെ അവർ ചെന്നിടത്തെല്ലാം ഭയങ്കര ജനക്കൂട്ടം, ഭയങ്കര ഭക്ഷിപ്പാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അപ്പം അത്രയ്ക്ക് ടയേർഡായി. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ ടയേർഡ്നെസ് നമ്മളെക്കാളൊക്കെ നന്നായിട്ട് ആർക്കറിയാം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ വല്ലായ്മകളൊക്കെ കർത്താവിന് നന്നായിട്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളോട് പറയുക, കുറച്ച് റെസ്റ്റ് എടുക്കണം, കുറച്ചൊന്ന് നിൽക്കണം. എന്തിനാ ഈ വെപ്രാളപ്പെട്ട് ഓടുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ജീവിക്കാനുള്ളതിന് വേണ്ടിയൊക്കെ അല്ലേ? ദൈവത്തിന് സ്തോത്രം. അല്പം ബ്രേക്കൊക്കെ എടുത്ത് ഈ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ, വല്യപ്പച്ചന്മാരും വല്യമ്മമാരുടെയൊക്കെ കൂടെ കഴിയുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവരെ കൊണ്ടൊക്കെ ഒന്ന് വേറിട്ട് പോയി ഏകാന്ത സ്ഥലത്തൊക്കെ ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഹലോ, ഞാൻ ഈ മെസ്സേജ് ഒരിടത്ത് പറയാൻ ചെന്നപ്പോൾ പിള്ളേരിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കുന്നുണ്ട്. സഭായം കഴിഞ്ഞ് അവർ പുറകെ വന്ന് എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങളെ ഒരു മാസം മുമ്പ് ഇത് വന്ന് ഇവിടെ പറയത്തില്ലായിരുന്നോ ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ എന്താ? 1 മാസം മുമ്പ് ഞങ്ങളൊരു ടൂർ ഇവിടെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ അത് എന്ത് ചെയ്തില്ല, നടത്തിയെടുക്കാനായിട്ട് പറ്റിയില്ല. ഈ മെസ്സേജിന് ശേഷമായിരുന്നെങ്കിൽ അതങ്ങ് സിമ്പിളായിട്ട് അങ്ങ് നടന്നു പോയായിരുന്നു. പ്രൈസല്ലോ. സഭയായിട്ടൊക്കെ പോകുന്നവരുണ്ട്, സൺഡേ സ്കൂളിൽ പോകുന്നവരുണ്ട്. ഞാനതെല്ലാം പ്രോത്സാഹിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്ന സാധനം മനസ്സിലാവുന്നുണ്ട്. ഇത് ഈ സഭാ ഹാളിൻ്റെ ഉള്ളിൽ മാത്രമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. പ്രൈസല്ലോ. ഈ കൂട്ടായ്മ സഭയ്ക്ക് പുറത്ത് നടത്തിയാലും അത് ഫെലോഷിപ്പ് പെടുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാറുണ്ട്, സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സഭയിലുള്ള വിശ്വാസികളുടെ വീടുകൾ പോലും പലപ്പോഴും അറിയില്ല. പ്രൈസലോ. ഇവരെ വിളിച്ച് ഓരോരുത്തരായിട്ട് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തൊരു സഭയിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വട്ടപ്പാറയിലുള്ള സഭയിലായിരുന്നു. ഞാൻ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ അവർക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? സഭയിലെ വീടുകളിൽ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യില്ല? കൊണ്ടുപോകത്തില്ല. പ്രൈസലോ. എന്താ കാരണം? നമ്മൾ പറയുന്നത് അവർക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ IAS-നാണല്ലോ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസലോ, ഹല്ലേലൂയ. അവരിനി ഏത് കോഴ്സിന് പഠിച്ചാലും വേണ്ടിയല്ല, ഈ ഭവന പ്രാർത്ഥനയൊക്കെ ഉള്ളപ്പം ഈ കുഞ്ഞുങ്ങളെയും കൂടെ ഒക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ സഭകളിലെ വീടുകളിലൊക്കെ പോകുന്നത് ഒരു സന്തോഷമാണ് കേട്ടോ. ആളുകളെ തമ്മിൽ അറിയാനും അതൊക്കെ ഒരു കൂട്ടായ്മയെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വീടുകൾ അറിയാനും വീട്ടിലുള്ളവരെ അറിയാനും ഒക്കെ അത് മുഖാന്തരമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് ഈ ശിഷ്യഗണങ്ങളെയും കൂട്ടിക്കൊണ്ട് അക്കരയ്ക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ പടക് കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. പടക് കയറിയാ പോയത്. ദൈവത്തിന് സ്തോത്രം. അന്ന് ടൂറിസ്റ്റ് ബസ്സൊന്നും ഇല്ലാഞ്ഞുകൊണ്ടാണ് അവർ അതൊന്നും ഉപയോഗിക്കാൻ. ഇന്നാണെങ്കിൽ ടൂറിസ്റ്റ് ബസ്സെല്ലോ ഒക്കെ പോകാം കേട്ടോ. അന്ന് പടക് കയറി പോകുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവർ ചെന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുവാനായിട്ടിടയായി തീർന്നത്. അനന്തരം യേശു തിബെരിയാസ് എന്ന ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് പോയി. ഇതാണ് പശ്ചാത്തലം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ്, ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് അവിടെ ചെല്ലുന്നത്. എന്നാൽ വിശ്രമിക്കുവാൻ പ്രകൃതി രമണീയമായ സമുദ്രത്തിൻ്റെ തീരത്തുള്ള കുന്നുകളാൽ മലകളാലൊക്കെ സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ, ശബ്ദകോലാഹലങ്ങളൊന്നുമില്ലാത്ത, അന്തരീക്ഷ മലിനീകരണങ്ങളൊന്നുമില്ലാത്ത വളരെ സ്വച്ഛമായ ഒരു സ്ഥലത്തേക്ക് കർത്താവ് ശിഷ്യന്മാരുമായി ചെന്നത് കേട്ടും അറിഞ്ഞും ആളുകൾ കാൽനടയായി ചുറ്റി സഞ്ചരിച്ചും ആ തടാകത്തിന് ചുറ്റിലൂടെ സഞ്ചരിച്ച് കാൽനടയായും കുറേ പേർ പടക് വഴിയും ഒക്കെ ആയിട്ട് യേശുവിനെ പിൻഗമിച്ച് അവിടെ ചെല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെല്ലുന്ന പുരുഷാരത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ വിശ്രമിക്കാനുള്ള കർത്താവിൻ്റെ ആഗ്രഹമൊക്കെ അങ്ങ് മാറ്റിവെച്ച് കർത്താവ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന് ഭയങ്കര തിരക്കാണെങ്കിലും ദൈവത്തിന് സ്തോത്രം നമ്മളെയൊക്കെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം.
എത്ര പേർക്ക് സന്തോഷം? ചിലർ വിചാരിക്കും ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കാര്യം, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാര്യം നോക്കുന്ന കർത്താവിന് ഇവിടെ നമ്മളെ കേൾക്കാനെന്നാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പുരുഷാരം പിൻഗമിച്ചു വന്നപ്പോൾ യേശുവിന് തൻ്റെ ക്ഷീണമെല്ലാം മറന്ന് അവരെ ശുശ്രൂഷിക്കുവാനുള്ള, അവരോട് പ്രസംഗിക്കുവാനുള്ള, അവരെ ഉപദേശിക്കുവാനുള്ള, അവരെ സൗഖ്യമാക്കുവാനുള്ള ഒരു സമ്മേളന വേദിയായി ദൈവത്തിന് സ്തോത്രം അത് പരിണമിക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ കർത്താവ് ഈ ജനത്തോട് സംസാരിക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സംസാരിച്ച് മണിക്കൂറുകൾ പോയത് ആരും അറിഞ്ഞില്ല. മണിക്കൂറുകൾ പോയത് ആരും അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമുക്കിന്ന് സമയം പോകുമ്പോൾ അറിയാം, ആദ്യം ഷുഗറും ഒക്കെ ഉള്ളവരാണ് ആദ്യം അറിയുന്നത്. കാരണം ശരീരത്തിൽ പെയ്യെ 12 മണിയാകുമ്പോൾ തുടങ്ങി പെയ്യെ വിറയലൊക്കെ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. എനിക്കും അറിയാം, കാരണം എനിക്കും ഇതൊക്കെ 40ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, ഇതൊക്കെ നമ്മൾ അങ്ങ് അറിയാത്തതുപോലെ ആകും. നമ്മുടെ ശരീരം അതനുസരിച്ചൊക്കെ അങ്ങ് റിയാക്ട് ചെയ്യാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവസാന്നിധ്യം വേണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ ക്ഷീണമൊക്കെ പെട്ടെന്ന് നമ്മളെ ബാധിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എനിവേ, നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ ഫിസിക്കലായിട്ട് ഒക്കെ നമ്മൾ എടുക്കണം. ഞാൻ അതിനൊന്നും തള്ളിപ്പറയില്ല. എന്നാലും ദൈവത്തിന് സ്തോത്രം. ഇവിടെ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ കർത്താവിന് മനസ്സിലായി, ഈ ജനത്തിന് വിശപ്പുണ്ട്, ഇവർ വിശന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ആത്മീയമായി സന്തോഷിക്കുന്നതും ആത്മീയ കാര്യങ്ങളിൽ മാത്രമൊന്നുമല്ല കർത്താവിന് താല്പര്യമുള്ളത്. നമ്മുടെ എല്ലാ ഭൗതിക കാര്യത്തിനും കർത്താവിന് താല്പര്യമുണ്ട്. നമ്മൾ ഒരു നേരം വിശന്നിരുന്നാൽ അത് അറിയുന്നവനാണ് നമ്മുടെ ദൈവം, കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിശപ്പ് വരെ അറിയുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ജനത്തിൻ്റെ വിശപ്പ് മനസ്സിലാക്കിയിട്ട് ഫിലിപ്പോസിനോട് പറയുക. ദൈവത്തിന് സ്തോത്രം. ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ദൈവത്തിന് സ്തോത്രം. ഇവർക്ക് ഭക്ഷിപ്പാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിപ്പാൻ അത്രേ അവർ ചോദിച്ചു. നമുക്കറിയാം, ഫിലിപ്പോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരുടെ സംഘം കാനാവിലെ കല്യാണ വീട്ടിൽ പോയി അവിടെ വീഞ്ഞില്ലെന്ന് കണ്ടിട്ട് അവിടെ നടത്തിയ അത്ഭുതങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ശിഷ്യഗണങ്ങളാണ് ഈ ഫിലിപ്പോസ് ഉൾപ്പെടെയുള്ള ആളുകൾ. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പോസിനെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഫിലിപ്പോസ് കഴിഞ്ഞ നിമിഷം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെ മുഴുവൻ അപ്പാടെ മറന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഫിലിപ്പോസ് മാനുഷികമായി പ്രതികരിക്കുക. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളൊക്കെ ഇന്നലകളിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിച്ചവരാ, അനുഭവിച്ചവരാ. എന്നാൽ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നവരാ. ഹല്ലേലൂയ. ആരെ പോലെ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ പോലെ. ഫിലിപ്പോസ് ഇന്നലെ വരെ കണ്ട് അനുഭവിച്ച, വിളമ്പിക്കൊടുത്ത സകല അത്ഭുതങ്ങളും മറന്നു. ഒരു ദിവസം ഒരു ചോദ്യം, ഹല്ലേലൂയ, കർത്താവ് ചോദിക്കുമ്പോൾ, ഇതുപോലെ കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നലകളിൽ നമ്മെ അനുഗ്രഹിച്ച ദൈവമാണ്, ഹല്ലേലൂയ, നമ്മുടെ ദൈവമെങ്കിൽ ഇന്നും നമ്മുടെ ആവശ്യങ്ങളിൽ മതിയായവനായ ഒരു ദൈവമാണ്. പക്ഷെ ഇതിനെ പരീക്ഷിക്കും നമ്മുടെ കർത്താവ്, കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ പരീക്ഷിച്ചതുപോലെ നമ്മെ ഓരോ ദിവസവും പരീക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തെന്നുള്ളതിനെ ആശ്രയിച്ചാണ്, ഹല്ലേലൂയ, ദൈവ പ്രവൃത്തിക്ക് നമ്മൾ ഭാഗമാകണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രതികരണത്തെ ആശ്രയിച്ച ഇവിടെ ഫിലിപ്പോസ് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഭൗതികമായ തൻ്റെ ദൈവത്തിന് സ്തോത്രം കണക്കൂട്ടലുകളെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് അവൻ പറയുകയാണ്. ഫിലിപ്പോസ് അവനോട് ഓരോരുത്തന് അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല. പ്രൈസ്. ചോദ്യത്തിൻ്റെ മുമ്പിൽ പെട്ടെന്ന് മറ്റു തല പ്രതികരിക്കുക, തലയെല്ലാം കണക്കൂട്ടി. എനിക്ക് തോന്നുന്നു ഫിലിപ്പോസിന് യൂദായുമായിട്ട് എന്തോ അടുത്ത ബന്ധമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ഫണ്ടൊക്കെ യൂദായുടെ കയ്യിലാണല്ലോ. അവരുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഏകദേശ ധാരണ ആർക്കുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. ഫിലിപ്പോസിനുണ്ട്. ചിലപ്പോൾ അസിസ്റ്റന്റ് ട്രഷററോ വല്ലോ ആയിരിക്കാം. എണ്ണുമ്പം പലരും കൂടിയാണല്ലോ എണ്ണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും പണമേ ഉള്ളൂ എന്ന് മാത്രമല്ല, അന്നത്തെ കാലത്ത് ഒരു പുരുഷൻ്റെ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നതാണ് ഒരു
കാശ് അല്ലെങ്കിൽ ഒരു നാണയം എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, ഒരു വെള്ളിക്കാശ് എന്ന് പറയുന്നത്. അങ്ങനെ 200 പണം, ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ഏകദേശം ഒരു ദിവസത്തെ, ഒരു വർഷത്തെ മുഴുവനായിട്ടുള്ള അതേ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ കൂട്ടിയാൽ പോലും നമുക്ക് ഈ ജനത്തിന് അല്പാൽപ്പം ലഭിക്കുന്നത് പോലെയുള്ള ആഹാരം പോലും നമുക്ക് വാങ്ങാനായിട്ട് കഴിയില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ നമ്മളിവിടെ തിരുമേശ എടുക്കുമ്പോൾ അപ്പം നുള്ളി എടുക്കത്തില്ലേ, ദൈവത്തിന് സ്തോത്രം, അങ്ങനെ നുള്ളി കൊടുക്കാൻ പോലും ഈ 200 പണത്തിന് വാങ്ങിക്കുന്ന അപ്പം കൊണ്ട് കഴിയില്ലെന്ന് കർത്താവിനെ ഉപദേശിക്കുകയാണ്. ആരെ? ഫിലിപ്പോസ്. നമ്മൾ ഇതുപോലെ കർത്താവിനെ ഉപദേശിക്കുക, കർത്താവിനെ പഠിപ്പിക്കുക. കർത്താവ്, ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നും ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നും അല്ല, ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ സഭയിലെ എന്തെങ്കിലും വിഷയമായിരിക്കാം, നമ്മുടെ കുടുംബത്തിലെ വിഷയമായിരിക്കാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വിഷയമായിരിക്കാം. ഈ വിഷയങ്ങളുടെ മുന്നിൽ നമ്മൾ പതറി നിന്നിട്ട് കുറെ ക്വസ്റ്റ്യൻ കർത്താവിനോട് അങ്ങോട്ട് ചോദിച്ചു, കർത്താവ് ഇതൊന്നും നടക്കത്തില്ലെന്ന് നമ്മൾ അങ്ങ് തീർത്ത് പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഫിലിപ്പോസിനെ പരീക്ഷിക്കാനാണ് ഈ ചോദ്യം ചോദിച്ചത് കേട്ടോ. ഹല്ലേലൂയ. അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എന്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ, അവൻ്റെ ആവശ്യത്തിലിരിക്കുമ്പോൾ അവൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയാ, ജനത്തോടുള്ള അവൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 5000-ലധികം പുരുഷന്മാർ അവർക്ക് അനുഭവിക്കുന്ന വിശപ്പിനോടുള്ള ഫിലിപ്പോസേ നിന്റെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയാ. എന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെയും കുടുംബത്തിൻ്റെയും പ്രശ്നം മാത്രമല്ല നമുക്ക് വലുതാകേണ്ടത്. ഹല്ലേലൂയ. നമുക്ക് പുരുഷാരത്തിൻ്റെ വിഷയവും വലുതാകണം കേട്ടോ. നമുക്ക് സഭയുടെ വിഷയവും വലുതാകണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ വിഷയവും വലുതായിട്ട് നമ്മൾ കാണണം കേട്ടോ. നമ്മുടെ കർത്താവ് അങ്ങനെ കണ്ടു. കർത്താവ് ശിഷ്യന്മാരുടെ മാത്രം വിശപ്പല്ല പരിഹരിച്ചത്, ആ പുരുഷാരത്തിൻ്റെ മുഴുവൻ വിശപ്പ് പരിഹരിക്കുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ അയൽവക്കക്കാരുടെ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ സമൂഹത്തിൻ്റെ ഒക്കെ വിശപ്പ് മനസ്സിലാക്കാൻ, ആവശ്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതിനോട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുവാൻ, പ്രതികരിക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ ദൈവത്തിന് സ്തോത്രം ഫിലിപ്പോസ് പറയുകയാണ്, കർത്താവേ, അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയായി. എന്ന് മാത്രമല്ല, ഇവിടെ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല. പണം ഉണ്ടേ പോലും, ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ വാങ്ങിക്കാൻ ഒരു റെസ്റ്റോറൻറ്റുമില്ല. ഇത്രയും വലിയ പുരുഷാരത്തിന് കൊടുക്കാനുള്ള അപ്പം വാങ്ങിക്കൊണ്ട് വരണമെങ്കിൽ അങ്ങ് അക്കരയ്ക്ക് പോകണം. ദൈവത്തിന് സ്തോത്രം. അത് മണിക്കൂറുകൾ എടുക്കുന്ന പരിപാടിയാണ്. ദൈവത്തിന് സ്തോത്രം. അതൊന്നും നടക്കത്തില്ല കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ സംസാരം കർത്താവിനോട് ഈ ഫിലിപ്പോസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, മറ്റൊരു ശിഷ്യനെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ്, ഹല്ലേലൂയ, പുള്ളിയാണ് അവിടുത്തെ അടുത്ത കഥാപാത്രം, മൂന്നാമത്തെ കഥാപാത്രം. 1 യേശു, 2 ഫിലിപ്പോസ്, 3 അന്ത്രയോസ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശുവും ഫിലിപ്പോസും തമ്മിലുള്ള സംഭാഷണം വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന അന്ത്രയോസ് പ്രായോഗികമായിട്ട് ഫിലിപ്പോസ് പറയുന്ന ഉത്തരത്തിന് നമ്മളെ പോലെ ആമേൻ പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളും പലപ്പോഴും നമ്മുടെ പല വിഷയങ്ങൾക്കും നമ്മുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ നിൽക്കുന്നവരെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമ്മളും അതിന് ആമേനങ്ങ് പറയും. ഇത് നടക്കത്തില്ല, ഇതിന് ഇത്ര രൂപ ബഡ്ജറ്റ് വേണം, അതുകൊണ്ട് ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഇത് കൂടിയാൽ കൂടത്തില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അന്ത്രയോസിനും ഇതേപോലെ ഫിലിപ്പോസ് പറഞ്ഞതിന് ആമേൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അന്ത്രയോസ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അന്ത്രയോസ് ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കുക. എൻ്റെ ഭാവനയാണ്, അവിടെ എഴുതിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ചുറ്റും നോക്കുക. ഒരു സാധ്യതയും ഇല്ലെന്ന് ഫിലിപ്പോസ് പറയുന്നിടത്ത് എന്തെങ്കിലും സാധ്യതകളുണ്ടോയെന്നറിയാൻ ചുറ്റും നോക്കുക. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അസാധ്യതകളുടെ നടുവിൽ സാധ്യതകളില്ല എന്ന് ലോകം മുഴുവൻ പറയുന്നിടത്ത് എന്തെങ്കിലും സാധ്യതകൾ കണ്ടെത്താൻ കഴിയുമോ എന്ന് ശ്രദ്ധയോട് നോക്കുന്ന അന്ത്രയോസുമാരെ
ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അത് ആത്മീയ ശുശ്രൂഷയുള്ള ബന്ധത്തിലായാലും, ദൈവജനത്തിൻ്റെ ഭൗതിക ക്രമീകരണങ്ങളുള്ള ബന്ധത്തിലായാലും, ഭാവിയോടുള്ള ബന്ധത്തിലായാലും, ഏത് വിഷയത്തിലായാലും ദൈവത്തിന് സ്തോത്രം, സാധ്യതകളെ അന്വേഷിക്കുന്നവരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കും. നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നവരാ, എനിക്കറിയാം. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, എന്തോ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, പൈലറ്റ് ആകണം, അതാകണം, ഇതാകണം എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോട് നോക്കുമ്പോൾ ഇതിനൊന്നും ചിലപ്പോൾ എന്ത് കാണത്തില്ല, ഒരു സാധ്യതയും കാണത്തില്ല. എന്നാൽ ഒരു സാധ്യതയും നിങ്ങൾ കാണാത്തപ്പോഴും നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ താലോലിക്കണം. നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സാധ്യതയും നിങ്ങളുടെ മാതാപിതാക്കൾക്കില്ല എന്നും നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങളെ പിന്താങ്ങുവാനുള്ള കെൽപ്പില്ലെന്നും നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങളതിനെ താലോലിക്കണം, പ്രാർത്ഥിക്കണം. നിങ്ങളതിനുവേണ്ടി ഉപവസിക്കണം, പ്രയത്നിക്കണം. നിങ്ങളെ അവിടെ എത്തിക്കുവാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് പൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ സാധാരണ പറഞ്ഞു, അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു 10-20 വർഷം മുമ്പേ വരെ, ഒരു 2-3 പതിറ്റാണ്ട് മുമ്പേ വരെയൊക്കെ അവരൊക്കെ മിക്കവാറും പെൺകുട്ടികളാണെങ്കിൽ നേഴ്സിംഗ് കരിയർ തിരഞ്ഞെടുത്ത് പോകും, ആൺകുട്ടികളാണെങ്കിൽ മാക്സിമം എഞ്ചിനീയറിംഗ് ഒക്കെ തിരഞ്ഞെടുത്ത് പോകും. ദൈവത്തിന് സ്തോത്രം. ആ ഒരു പ്രൊഫഷനൊക്കെ നമുക്ക് എത്തിപ്പെടാനായിട്ട് നിർവാഹമുള്ളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്നിപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുറച്ചുകൂടി അവർക്ക് എത്തിപ്പെടാവുന്ന അടുത്ത തലങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് അവർ സ്വപ്നം കാണുകയാണ്. കുഞ്ഞുങ്ങളെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന കഴിവുകൾ, താല്പര്യങ്ങൾ അടിസ്ഥാനപ്പെട്ടായിരിക്കണം. ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾ ഒരു തീരുമാനവും എടുക്കല്ലേ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുത്. ദൈവം നിങ്ങൾക്ക് ചില കഴിവുകൾ, താല്പര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ മേഖലയിൽ പ്രവർത്തിക്കണമെന്നാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടേക്ക് എത്തുവാനായിട്ട് നിങ്ങൾ പ്രയത്നിക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം, ഇന്ന് ലോക ജനസംഖ്യയിൽ 1-ാം നമ്പർ രാജ്യമാണത് ഇന്ത്യ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അനവധിയായിട്ടുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഇന്ത്യയുടെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ, ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ രംഗങ്ങളിൽ, ഇന്ത്യയുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരുപാട് മേഖലകളിൽ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ചിലരെയെങ്കിലും ഇന്ത്യയിൽ ആവശ്യമുണ്ടെന്ന് ഞാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും സാന്റാ മോണിക്ക വഴി UK-യിലും കാനഡയിലേക്കൊന്നും പറഞ്ഞു വിടാൻ മാതാപിതാക്കൾ ബന്ധപ്പെടരുത്. ഇന്ത്യയിൽ ചിലരെ ആവശ്യമുണ്ടെന്ന് ഇന്ന് പൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, അതേ ഹല്ലേലൂയ, സ്തോത്രം, പുത്തൂർ ദൈവസഭയിൽ ആരാധിക്കുവാൻ ഇവിടെ തലമുറകൾ ഉണ്ടാവണം, അവരുടെ കുഞ്ഞുങ്ങളുണ്ടാവണം. ഹല്ലേലൂയ. എല്ലാവരും കൂടെ അങ്ങ് പോയാൽ പിന്നെ ഇത് അടച്ചു പൂട്ടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്ദേഹം വല്ലതും ഉണ്ടോ? നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ ഇതൊക്കെ വാങ്ങിച്ചതും ക്രമീകരണങ്ങളൊക്കെ ചെയ്തത്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഒരു 20-25 വർഷത്തിനിടയിൽ ഇവിടെ ഇരിക്കുന്നതിൽ 90% അക്കരെ നാട്ടിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞാൽ പേടിയുണ്ടോ അവർക്ക്? ഞാനുൾപ്പെടെയുള്ളവർ പേടിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. സാധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ അടുത്തൊരു തലമുറ ഇവിടെ ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദർശനങ്ങൾക്കൊക്കെ ഒരു പൊളിച്ചെഴുത്തൽ ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ജോലിയുള്ളവർ ഗ്രേഡ് കുറഞ്ഞവരും വിദേശത്ത് ജോലിയുള്ളവർ ഗ്രേഡ് കൂടിയവരും എന്നൊക്കെ ഉള്ള നമ്മുടെ ആ പഴയ മനോഭാവമൊക്കെ അങ്ങ് പൊളിച്ചെഴുതണം. നമ്മുടെ സമൂഹത്തിലൊക്കെ അങ്ങ് വല്ലാണ്ട് കയറിക്കിടക്കുന്ന ഒരു മനോഭാവമാണ്. ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഡിഗ്രേഡ്, ഗൾഫിൽ പോയി പിന്നെ പ്രൈസ് ദി ലോർഡ് അവിടുത്തെ അറബിയുടെ ഏതെങ്കിലും താണ പണി ചെയ്തവനാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വരുമ്പോൾ അവർക്ക് അങ്ങ് ഭയങ്കര ഡിമാൻഡ്. ഹലോ, പിണങ്ങി എന്നോട്? ഞാൻ എല്ലാവരും ഒരുപോലെ ബഹുമാനിച്ച് പറയാം. എങ്ങനെങ്കിലും അടുത്തൊരു തലമുറയെ നമുക്കിവിടെ നിലനിർത്താനായിട്ട്, അവരെ ജീവിതത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കാനായിട്ടൊക്കെ ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് പ്രയത്നിക്കാനും ഒക്കെ കഴിയേണ്ട സമയമാണ്. പ്രൈസ് ദി ലോർഡ്. മക്കളെ, നിങ്ങളിത് എന്നും പ്രസംഗങ്ങൾ കേൾക്കുന്നവരാ. നിങ്ങൾ ദാനിയേലിനെ കുറിച്ച് കേൾക്കാറുണ്ട്, നിങ്ങൾ ദാവീദിനെ കുറിച്ച് കേൾക്കാറുണ്ട്, നിങ്ങൾ യോസേഫിനെ കുറിച്ച് കേൾക്കാറുണ്ട്. ഉണ്ടോ ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഇവരെ ആരെങ്കിലും ഇതിലെ തെക്ക് വടക്ക് നടന്നവരായിരുന്നോ? ഇതിലെ തെക്ക് വടക്ക് നടന്നവരാണോ ഈ പറഞ്ഞവരെല്ലാം? ഹല്ലേലൂയ, സ്തോത്രം.
അവരായിരുന്ന സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചവരായിരുന്നു. രാജാക്കന്മാർ, മന്ത്രിമാർ, ഹല്ലേലൂയ, സ്തോത്രം, അഡ്മിനിസ്ട്രേഷൻ രംഗങ്ങളിലുള്ളവരൊക്കെ ആയിരുന്നു ഇവരൊക്കെ. എന്താ നമുക്കും അങ്ങനെയൊക്കെ ആയിക്കൂടെയോ? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രയോജനപ്പെടുന്ന മേഖലകളിൽ എത്തപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇവര് ചിലര് ഡോക്ടർമാരാകണം, നഴ്സുമാരാകണം, എഞ്ചിനീയർമാരാകണം, അഡ്മിനിസ്ട്രേഷൻ രംഗങ്ങളിൽ IPS IAS ഉദ്യോഗസ്ഥന്മാരോ ഒക്കെ ആകണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവർ ചിലര് പത്രപ്രവർത്തകരാകണം, ചിലര് ദൈവത്തിന് സ്തോത്രം സാമൂഹിക പ്രവർത്തകരാകണം. അങ്ങനെ ഏതെല്ലാം മേഖലയിൽ പ്രയോജനപ്പെടാൻ പറ്റുമോ അതെല്ലാം ആ മേഖലയിലെല്ലാം എത്തപ്പെടാൻ നമ്മുടെ ആളുകളുണ്ടാവണം. ഗവൺമെൻറ് സർവീസുകളിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗവൺമെൻറ് സർവീസിലൊക്കെ പോകുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ സ്വപ്നം കാണണം കേട്ടോ. ഇന്ന് ഏറ്റവും സേഫായിട്ടുള്ള ഒരു ജോലിയാണ്. കേരളത്തിൽ പോലും 1 ലക്ഷം രൂപയായി കുറഞ്ഞ ശമ്പളം ഗവൺമെൻറ് സർവീസിൽ നല്ല പോസ്റ്റുകളിലില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ പ്രയത്നിക്കണം, നിങ്ങൾ സ്വപ്നം കാണണം, നിങ്ങൾ പരീക്ഷകൾ എഴുതണം. നിങ്ങൾ ഇവിടെ നിന്ന് 12 കഴിഞ്ഞാൽ ഉടനെ നേഴ്സിംഗ് എന്നും പറഞ്ഞ് അങ്ങ് കെട്ടി എഴുന്നള്ളി പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് അതിനേക്കാൾ പാസ്റ്ററെ നമുക്കറിയാം, എല്ലാ വർഷവും നമ്മൾ പോയി ഫുൾ A+ വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മൊമൻറ്റോകൾ എല്ലാ സോണൽ വഴിയും കൊടുക്കുക. മിടുക്കന്മാരാ നമ്മുടെ കുഞ്ഞുങ്ങൾ. 10ാം ക്ലാസ്സിൽ ഈ മൊമൻറ്റോയും മേടിച്ചേച്ച് പിന്നെ അവരെ കാണുന്നത് ഞാൻ പറയുന്നില്ല. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊരു രോക്ഷം വരുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവർക്കൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം, അതിൻ്റെ ഹയർ ലെവലിലേക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് കഴിവുള്ളവരാണ്. നമ്മളെ ഇവരെ അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള പ്രൊഫഷനിലേക്ക് മാത്രം അവരെ തള്ളിവിടുന്ന പ്രവണതയുണ്ട്. അത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെ പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹലോ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ അന്ത്രയോസ് ചുറ്റും നോക്കുക, എന്തെങ്കിലും സാധ്യത ഉണ്ടോ? എൻ്റെ ഭാവനയെ ഞാൻ പറയാം. അന്ത്രയോസ് പ്രായമുള്ള ആളുകളുടെ കരങ്ങളിലേക്ക് നോക്കിക്കാണും, അപ്പച്ചന്മാർ അമ്മച്ചിമാരുടെയൊക്കെ കയ്യിലേക്കൊക്കെ നോക്കിക്കാണും. സുവിശേഷ യോഗത്തിൽ വന്നതല്ലേ, ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ വിശക്കുമ്പോൾ കൊടുക്കാനുള്ള എന്തെങ്കിലും ഭക്ഷണപ്പൊതി വല്യപ്പന്മാരുടെയും കയ്യിലൊക്കെ ഉണ്ടോ എന്ന് ഒരുപക്ഷെ അന്ത്രയോസ് നോക്കിക്കാണും. ആരിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് യൗവനക്കാരായ കപ്പിൾസിൻ്റെ കരങ്ങളിലേക്ക് നോക്കിക്കാണും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, 5 വയസ്സായുള്ള കുഞ്ഞുങ്ങൾക്ക് യേശുവിൻ്റെ സുവിശേഷ യോഗത്തിന് വരുമ്പോൾ അതായത് സമയം ദീർഘമാകുമെന്നറിയാം. അതുകൊണ്ട് കൊടുക്കാനുള്ള എന്തെങ്കിലും ഭക്ഷണപ്പൊതി യങ് കപ്പിൾസിൻ്റെ കയ്യിൽ കാണുമെന്ന് വിചാരിച്ച് അവരുടെ കയ്യിലേക്കൊക്കെ അന്ത്രയോസ് സൂക്ഷിച്ചു നോക്കിക്കാണും. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. യൗവനക്കാരായിട്ടുള്ള, ദൈവത്തിന് സ്തോത്രം, 18 വയസ്സ് മുതൽ 25 30 വയസ്സ് വരെയുള്ള അവിവാഹിതരായിട്ടുള്ള ആളുകളുടെ കരങ്ങളിലേക്ക് ഒരു പക്ഷേ അന്ത്രയോസ് ശ്രദ്ധിച്ച് നോക്കിക്കാണും. കല്ല് വെള്ളമാകുന്ന പ്രായമാ, വിശക്കുമെന്നറിയാം. അതുകൊണ്ട് പൊറോട്ടയും ഇറച്ചിയൊക്കെ മേടിച്ച് പാക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഒരുപക്ഷേ വന്നത്. കാരണം ഇത് ഒത്തിരി ദൂരമാണ്. ഈ അക്കരെ എന്ന് പറയുന്നത് ദൂരമാണ്. ചുറ്റിയാണ് വന്നിരിക്കുന്നത്. കുറേ പേര് വള്ളത്തേലാണ് വന്നിരിക്കുന്നത്. ഒന്നും അവിടെ കിട്ടത്തില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവരുടെ കയ്യിലോട്ട് നോക്കിയിട്ട് ഒന്നും ഇല്ല. നമ്മളൊക്കെ എന്തായിരുന്നു, ആമേൻ കർത്താവേ വരണേന്ന് പറഞ്ഞ നോട്ടം അങ്ങ് അവസാനിപ്പിച്ചേനെ. ദൈവത്തിന് സ്തോത്രം. അന്ത്രയോസ് നോട്ടമൊന്നും അവസാനിപ്പിച്ചില്ല. അന്ത്രയോസ് തുടർന്നും നോക്കിക്കൊണ്ടിരുന്നു. ആരുടെ കയ്യിലേക്ക് കൂടെ നോക്കി? കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് നോക്കി. ഹല്ലേലൂയ. ബാലകന്മാരുടെ കൈവശം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്ത്രയോസ് നോക്കി. സാധാരണഗതിയിൽ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല അല്ലേ? ഞങ്ങൾ ഈ ചൈൽഡ് ഇവാഞ്ചലിസം ചെയ്യുന്ന അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇടയിലെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ സാധാരണ കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് പോയാൽ അവരെല്ലാം പ്രൈസ് ലോഡ് തന്നേച്ച് അങ്ങ് പോകും. ആ പ്രൈസ് ലോഡിൻ്റെ അകത്ത് എന്തെങ്കിലും ചുരുട്ട് കാണുമോ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വീടുകളിൽ പോയി ശുശ്രൂഷിച്ചാൽ ഗൃഹനാഥൻ പ്രൈസ് ലോഡ് പറയുമ്പോൾ ആ പ്രൈസ് ലോഡിൻ്റെ കൈക്കകത്ത്, ഹലോ നിങ്ങളൊന്നും കൊടുക്കുന്നവരല്ലേ? യെസ്, ദേവദാസന്മാർക്കാണെങ്കിൽ നിങ്ങൾ കൊടുക്കും. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയൊന്നും കിട്ടാറില്ല. കാരണം എന്താ? അവർക്ക് കൊടുക്കാനൊന്നും, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊന്നും ഇല്ല. VBS ഒക്കെ നടത്തുന്ന, ഞങ്ങൾ തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് VBS ഒക്കെ നടത്തുന്ന ആളുകളാണ്. 100 കണക്കിനും 200 കണക്കിനും ഒക്കെ പിള്ളേരുണ്ട്. പിള്ളേരെല്ലാം പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് അവിടെ അയക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ചുറ്റും കൂടി നിൽക്കാറുണ്ട്. നിങ്ങളൊക്കെ ഒരു പക്ഷേ കണ്ട്, നിങ്ങളും VBS ഒക്കെ പങ്കെടുത്തിട്ടായിരിക്കും. സ്നേഹമാണ്, സന്തോഷമാണ്, വേണമെങ്കിൽ ഒരു ഉമ്മയൊക്കെ തരും. പക്ഷെ വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്, ഒന്നും കാണത്തില്ല.
ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ കൊച്ചു പിള്ളേരുടെ നമ്മൾ മുമ്പേ വന്ന് ഇവിടുന്ന് പ്രൈസ് മേടിച്ചുകൊണ്ട് പോയതുപോലെയുള്ള കുഞ്ഞുങ്ങളുടെ കയ്യിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റോ ഐസ്ക്രീമോ വല്ല ഇരിക്കുകയാണെന്ന് വിചാരിക്കട്ടെ. ചോദിച്ചാൽ കിട്ടുമോ? കിട്ടത്തില്ല. നോർമലി അങ്ങനെ കിട്ടത്തില്ല, തരത്തില്ല. അവരുടെ രീതി എങ്ങനെയാണ്. പക്ഷേ ഇവിടെ അന്ത്രയോസ് ഒരു ബാലകനെ കണ്ടെത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും കണ്ടെത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് ഈ ഭാഗത്തു നിന്ന് ഒരു ആലോചന പറയാനുള്ളത്, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കുഞ്ഞിൽ ഈ പാട്ട് പാടുകയും അത് കൈയടിക്കുകയും സാക്ഷി പറയുകയൊക്കെ ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, ഇവരുടെ എല്ലാ കൈകളിൽ അല്ലെങ്കിൽ കരങ്ങളിൽ, അവരുടെ എല്ലാം ചിന്തകളിൽ, അവരുടെ എല്ലാം മനസ്സുകളിൽ ഒരുപാട് കഴിവുകൾ, ആശയങ്ങൾ, ദൈവത്തിന് സ്തോത്രം, അതെല്ലാം ദൈവം അവരുടെ ഹൃദയങ്ങളിൽ പകർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെന്താണെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വമാണ് സഭയിലുള്ള മുതിർന്നവർക്കുള്ളത്. ഹല്ലേലൂയ. അവർക്കുള്ള കഴിവ് എന്താണെന്ന് എന്ത് ചെയ്യുക? കണ്ടെത്തുക. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഉള്ളിൽ പകർന്ന ദൈവകൃപ എന്താണെന്ന് കണ്ടെത്തുക. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ എന്ന നിലയിൽ, സഭയിലെ മുതിർന്ന അംഗങ്ങൾ എന്നുള്ള നിലയിലും ഒക്കെയുള്ള നമ്മുടെ ഉത്തരവാദിത്വം, സൺഡേ സ്കൂൾ അധ്യാപകർ എന്നൊക്കെയുള്ള നിലയിലുള്ള നമ്മുടെ ഉത്തരവാദിത്വം അവരിലുള്ള കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തുക, അവരിലുള്ള ദൈവകൃപ എന്താണെന്ന് കണ്ടെത്തുക. എന്നിട്ട് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അവരെ മുന്നിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക, യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. ദൈവത്തിന് സ്തോത്രം. ഈ ബാലകനെ കണ്ടെത്തിയിട്ട് ഈ ബാലകനെ അന്ത്രയോസ് എന്ത് ചെയ്തു? യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയിൽ ദൈവം അന്ത്രയോസുമാരെ അന്വേഷിക്കുക. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസഭയിൽ ദൈവം അന്ത്രയോസുമാരെ എന്ത് ചെയ്യുക? അന്വേഷിക്കുക. ഒരത്ഭുതത്തിന് ദൈവത്തിന് സ്തോത്രം, ചരിത്രം അടയാളപ്പെടുത്തുന്ന 4 സുവിശേഷകർത്തകന്മാരും മറന്നുപോകാതെ രേഖപ്പെടുത്തുന്ന ഒരത്ഭുതത്തിന് തുടക്കമിടുന്ന ഒരു ബാലകനെ അന്ത്രയോസ് കണ്ടെത്തുകയാ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത നൂറ്റാണ്ടിൽ, അടുത്ത പതിറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ചില അഭിഷക്തന്മാർ, ചില അഭിഷക്തകൾ ഈ സഭയിൽ ഇരിപ്പുണ്ട്. അവരെ കണ്ടെത്തി ദൈവരാജ്യത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരേണ്ട ശുശ്രൂഷയാണ് അന്ത്രയോസുമാർ ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ശുശ്രൂഷയാണ് അന്ത്രയോസുമാർ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള അന്ത്രയോസുമാരെ ദൈവസഭയെ ദൈവം അന്വേഷിക്കുക കേട്ടോ. ഹല്ലേലൂയ. സഭായം കഴിയുമ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ കൊടുത്ത് പോകും. ദൈവത്തിന് സ്തോത്രം. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇങ്ങനെ കൈ കൊടുത്ത് പോകുന്നത് നല്ലതാ, പക്ഷേ ആ കൈ എടുത്ത് പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കുരുന്നുകളൊന്നും മിസ്സായി പോകരുത്. അവരൊന്നും ഊഴുന്ന അതിൻ്റെ ഇടയിൽ കൂടെ പോകരുത് കേട്ടോ. അവരെ എല്ലാം പിടിച്ചൊരു കൈ കൊടുത്തേച്ചേ വിടാവൂ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് മക്കളെ സന്തോഷമായിട്ടിരിക്കുന്നോ? പങ്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് എൻകറേജ് ചെയ്തിട്ടേ വിടാവൂ. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്കൊക്കെ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണം. ഇവിടെ സഭയിൽ നിന്ന് അങ്ങനെ ചെയ്തു എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കൈത്താങ്ങുകയും പിന്താങ്ങുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അന്ത്രയോസ് ബാലകനെ യേശുവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പിന്നെ നമ്മളവിടെ നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. കർത്താവ് 9 പേരെ വരെ അവിടെ ഇരുത്താനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുക്കുന്നു. ഹല്ലേലൂയ. അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു നമുക്കറിയാം. ഹല്ലേലൂയ. ഭക്ഷിച്ചത് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. നേരത്തെ ഫിലിപ്പോസ് എന്താ പറഞ്ഞേ? 200 പണത്തിന് അപ്പം മേടിച്ചാൽ അല്പാൽപ്പം പോലും കൊടുക്കാൻ തികയത്തില്ലെന്ന് പറഞ്ഞെടുത്തു എന്ന് അന്ത്രയോസ് ഒരു ബാലകനെ കണ്ടെത്തി യേശുവിൻ്റെ അടുക്കലോട്ട് ചെന്നപ്പോൾ വേണ്ടുന്നിടത്തോളം കൊടുക്കാൻ. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല നമുക്കറിയാം 12 കൊട്ട വെച്ചാണ്. ശ്രദ്ധിക്കണേ, ദൈവം തരുന്ന നന്മകൾ അത് വേണ്ടുവോളം അനുഭവിച്ചിട്ട് ബാക്കി വരുന്നതെല്ലാം കുപ്പിക്കുഴി കൊണ്ടിടാൻ പ്രമാണമില്ല കേട്ടോ. ഹലോ, ദൈവം തരുന്നതെല്ലാം വേണ്ടുവോളം അനുഭവിച്ചിട്ട് ബാക്കി വരുന്നതെല്ലാം കുപ്പക്കുഴി കൊണ്ടുവച്ച് വരാൻ പ്രമാണമില്ല കേട്ടോ. കർത്താവ് പറയാണ് മുഴുവൻ ശേഖരിക്കണം.
അത് ആവശ്യത്തിലിരിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ദുർവ്യയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനല്ല. ഹല്ലേലൂയ. ദുർവ്യയം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് ചെലവാക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാനിവിടെ ഈ കഥയിൽ ദൈവത്തിന് സ്തോത്രം പരാമർശിക്കപ്പെടാത്ത ഒരാളെക്കുറിച്ച് പരാമർശിച്ച് പോവുക. ഇവിടെ നമ്മൾ പറഞ്ഞ ആരെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്? ഫിലിപ്പോസ്, യേശു, അന്ത്രയോസ്, പിന്നെ ബാലകൻ അല്ലേ? ബാലകൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഈ ബാലകൻ്റെ അപ്പനെയും അമ്മയും കൂടെ പരാമർശിക്കാതെ പോകാൻ എനിക്കിഷ്ടമില്ല, എഴുതിയിട്ടില്ലെങ്കിലും. യേശുവിൻ്റെ സുവിശേഷ യോഗത്തിലേക്ക് ഈ കുഞ്ഞിനെ മറ്റാരുടെയും കൂടായിരിക്കും അയച്ചത്. അയക്കുന്ന വഴിയിൽ ഈ മാതാപിതാക്കൾക്ക് വലിയൊരു ദർശനം ഉണ്ടായിരുന്നു. ഈ യോഗത്തിന് പോകുമ്പോൾ മണിക്കൂറുകൾ വൈകുമെന്നറിയാം. അതുകൊണ്ട് കുഞ്ഞിന് വിശക്കുകയാണെങ്കിൽ ഭക്ഷിക്കാനായിട്ട് കൊടുക്കാൻ ഒരു പൊതിയും കൂടെ കൊടുത്താണ് വിട്ടത്. അത്ര വരെ ഓക്കെയാ. ദൈവത്തിന് സ്തോത്രം. അത് പറയാനല്ലേ ഞാൻ വന്നേ. ഈ പൊതി കൊടുത്തേച്ച് ഈ കൊച്ചിനോട് ഈ അപ്പനോ അമ്മയോ പറഞ്ഞു കാണും, ദൈവത്തിന് സ്തോത്രം, കുഞ്ഞേ നിനക്ക് വിശക്കുമ്പോൾ ഈ ഭക്ഷണപ്പൊതി നീ തുറന്ന്, ഹല്ലേലൂയ സ്തോത്രം, ഇതിൽ നിന്ന് കഴിക്കാൻ നീ തുടങ്ങുമ്പോൾ നിന്റെ അടുത്തിരിക്കുന്ന ആർക്കെങ്കിലും വിശന്നിരിക്കുകയാണെങ്കിൽ അവർക്കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞാ ഈ അപ്പനും അമ്മയും വിട്ടിട്ടുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ അന്ത്രയോസ് ചോദിച്ച മാത്രയിൽ ഇത് കൊടുക്കാനിടയായി തീർന്നു കേട്ടോ. ഹല്ലേലൂയ. കൊടുക്കാൻ പഠിപ്പിച്ചു വിട്ട ഒരു കുടുംബം ഈ കുഞ്ഞിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുക ഞാൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കാൻ പഠിപ്പിച്ച് വിടുന്ന മാതാപിതാക്കളായി നമ്മൾ തീരണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇപ്പം അണുകുടുംബമൊക്കെ ആയതോടുകൂടി ഇവിടെ ഉള്ളത് മുഴുവൻ എനിക്ക് തന്നെ തിന്നാനാണെന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ധാരണ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് അവരുടെ കുറ്റമല്ല. പങ്കുവെക്കാൻ അവിടെ ആളില്ല വീട്ടിൽ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനഃപൂർവ്വമായി നമ്മളതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ഇല്ലാത്തവരെ കാണുമ്പോൾ ദയ തോന്നാനും അവർക്കുള്ളതിൻ്റെ പങ്കു കൊടുക്കാനും ഒക്കെ പരിശീലിപ്പിക്കണമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. മനഃപൂർവ്വമായി പരിശീലിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ പങ്കുവെക്കുന്നവരായി കൂടെ വളർന്നു വരുവാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. സമയം മുമ്പോട്ട് പോവുകയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ വേണ്ടുന്നിടത്തോളം കൊടുക്കുവാനായിട്ട് കർത്താവിന്, ദൈവത്തിന് സ്തോത്രം, ഹിതമുണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു ബാലകനെ അന്ത്രയോസ് കണ്ടെത്തിയത് നിമിത്തം, ഹല്ലേലൂയ, 4 സുവിശേഷങ്ങളിൽ ഈ അത്ഭുതം രേഖപ്പെടുത്തി. 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഈ അത്ഭുതം എന്ത് ചെയ്യുക? പ്രസംഗിക്കപ്പെടുക. ഇതുപോലെ ഒരു കുഞ്ഞിനെ ദൈവത്തിന് സ്തോത്രം പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ കണ്ടെത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 പേരെ, ഒരു ബാലകനെയും ഒരു കുഞ്ഞിനെയും കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതോടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ എൻ്റെ സമയത്തിൽ അവസാനിപ്പിക്കാം. 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ബാലകനുണ്ട്. 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 1 മുതൽ വായിച്ചു. ലേവി കുടുംബത്തിലൊരു പുരുഷൻ പോയി ഒരു ലേവി കന്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഒരു ശിശു ജനിക്കുകയാണ് എബ്രായ കുടുംബത്തിൽ, ലേവി കുടുംബത്തിൽ. ദൈവത്തിന് സ്തോത്രം. പശ്ചാത്തലം നമുക്കറിയാം. എന്താ പശ്ചാത്തലം? പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരുടെ കുടുംബങ്ങളിൽ ജനിക്കപ്പെടുന്ന സകല ആൺകുട്ടികളെയും ജീവനോടെ നൈനദിയിൽ എറിഞ്ഞ് കൊന്നുകളയണമെന്ന് രാജാവിൻ്റെ കൽപ്പന നിലനിൽക്കുന്ന ഒരു സമയത്തായി ഈ കുഞ്ഞ് ജനിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ ഒളിപ്പിച്ചു. യഹൂദന്മാരുടെ കുടുംബങ്ങളിൽ ജനിച്ച ബാക്കി കുഞ്ഞുങ്ങൾക്കൊന്നും സൗന്ദര്യമില്ലാതിരുന്നിട്ടാണോ അവരെ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുത്ത്? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? എന്ത് സൗന്ദര്യമായി ഈ കുഞ്ഞിനുള്ളത്? ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവങ്ങളുടെയൊക്കെ ചിത്രങ്ങളുടെയൊക്കെ മുന്നിൽ ഒരു വലിയ വട്ടം, പ്രകാശത്തിൻ്റെ വട്ടം കാണാറുണ്ടല്ലേ? ദൈവമാണെന്ന് തോന്നിക്കാൻ വേണ്ടി, ദിവ്യത്വം ഉണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടി. അങ്ങനെ വല്ല വെട്ടവും ഈ കുഞ്ഞിൻ്റെ ചുറ്റും അടിക്കുന്നുണ്ടോ? കണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരു കുഞ്ഞാണ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന സൗന്ദര്യമുള്ളത്. അതിനെ ഒത്തിരി കുഴക്കിയ ഒരു ചോദ്യമാണ്. എന്ത് സൗന്ദര്യമായിരുന്നു മറ്റു കുഞ്ഞുങ്ങൾക്കില്ലാത്ത. ഇനി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അവരവരുടെ കുഞ്ഞ് വിലപ്പെട്ടതാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും സൗന്ദര്യമുണ്ട് കേട്ടോ. നിറം വെച്ചോ
പൊക്കം വെച്ചോ വണ്ണം വെച്ചോ ഒന്നും കുഞ്ഞുങ്ങളെ ഒന്നും ആരും വിലയിരുത്തരുത്. എല്ലാവരും സൗന്ദര്യമുള്ളവരാ. പിന്നെ ഇവിടെ എന്താ അതറിയണമെങ്കിൽ എബ്രായ ലേഖനത്തിലേക്ക് വരണം. 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. 11-ാം അധ്യായം മുഴുവൻ വിശ്വാസവീരന്മാരുടെ പട്ടികയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഴുതി വരുമ്പോൾ മോശയെക്കുറിച്ച് എഴുതുന്ന ഭാഗത്തിന് തൊട്ടു മുമ്പ് മോശയുടെ മാതാപിതാക്കളെ കുറിച്ച് അവിടെ പരാമർശിക്കുക. ഒന്ന് വായിച്ചേ 23. ശ്രദ്ധിക്കണേ. വിശ്വാസത്താൽ മോശയുടെ ജനത്തെങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. പുറപ്പാട് പുസ്തകത്തിൽ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു വിശ്വാസത്താൽ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടു. പുറപ്പാട് പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു വാക്ക് എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ എഴുതിയിരിക്കുകയാണ്. എന്ത്? വിശ്വാസത്താൽ സൗന്ദര്യമുള്ളവനെന്ന് കണ്ട്. ഹല്ലേലൂയ! എത്രവർക്ക് സന്തോഷമുണ്ട്. എന്ത് വിശ്വാസമാണ് മറ്റു മാതാപിതാക്കൾക്കില്ലാതിരുന്ന എന്ത് വിശ്വാസമാ മോശയുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, ഹല്ലേലൂയ, കാലഗതികളെ കുറിച്ചൊക്കെ കാലജ്ഞന്മാരെന്നൊക്കെ പറയല്ലേ, കാലങ്ങളെക്കുറിച്ചൊക്കെ വിവേചിക്കാൻ കഴിവുള്ളവരായിരുന്നു അവർ കാലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയത്തില്ല ഇത് അന്ത്യകാലമാണെന്നൊക്കെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു, ഒരു ഉണർവുണ്ടാകാൻ പോകുന്നു, ഇതൊക്കെ നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ കാലങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരായിരുന്നു മോശയുടെ മാതാപിതാക്കൾ. അവരെ അടിമത്വത്തിലാണ് മിസ്രൈമിൽ കഴിയുന്നത്. എന്നാൽ ദൈവികമായിട്ടുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, നല്ല അറിവുണ്ടായിരുന്നു. അവരുടെ ബോധ്യം അവരുടെ തലമുറയിൽ, അവരുടെ മക്കളുടെ തലമുറയിൽ, ദൈവത്തിന് സ്തോത്രം, മിസ്രൈമിൽ നിന്നും ദൈവജനത്തിന് വാഗ്ദത്ത കനാനിലേക്കൊരു യാത്രയുണ്ടെന്ന് ഈ മാതാപിതാക്കൾ വിശ്വസിച്ചു. ഹല്ലേലൂയ! എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഈ ജനത്തെ മിസ്രൈമിൽ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് എത്തിക്കേണ്ടതിന് ഒരു പുരുഷ പ്രജ ആവശ്യമുണ്ടെന്ന് ഇവർ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഫറവോന്റെ, അതെ, ദൈവത്തിന് സ്തോത്രം, കൽപ്പന അനുസരിച്ച സകല ആൺകുട്ടികളും ഇല്ലാതെയാകും. അത് തന്നെയാണ് ഫറവോന്റെ ലക്ഷ്യവും. ചരിത്രത്തിൽ എവിടൊക്കെ വിമോചകന്മാർ എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ അവിടെ ആ സമയത്തെല്ലാം അവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയാൻ അന്നത്തെ ഭരണാധികാരികൾ ഉത്തരവിട്ടിട്ടുണ്ട്. നമുക്കറിയാം യേശുവിൻ്റെ ജനനത്തെങ്കിലും അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മോശയെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് അതെ ഈ ജനത്തെ വാഗ്ദത്ത കനാലിലേക്ക് എത്തിക്കരുതെന്നുള്ള പിശാചിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവിടെ ജനിക്കപ്പെട്ട സകല ആൺകുട്ടികളെ കൊന്നുകളയുവാൻ രാജാവ് കൽപ്പനയിടുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു കുടുംബത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ജനത്തെ ഇവിടെ നിന്ന് വാഗ്ദത്ത കനാലിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു അഭിഷക്തൻ ആവശ്യമുണ്ടെന്നും ആ അഭിഷക്തൻ എൻ്റെ കുടുംബത്തിൽ ജനിക്കപ്പെടുന്ന എൻ്റെ കുഞ്ഞായിരിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രഖ്യാപനം അവർ നടത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രഖ്യാപനമായി കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ അവർ തീരുമാനിച്ചത് കേട്ടോ. ഹല്ലേലൂയ. മക്കളെ, നിങ്ങളെല്ലാം സൗന്ദര്യമുള്ളവരാ കേട്ടോ. വിശ്വാസത്താൽ നിങ്ങളെല്ലാം സൗന്ദര്യമുള്ളവരാ. ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ദർശനം കാണുകയാണ്. ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി അഭിഷക്തകളായി, അഭിഷക്തന്മാരായി ദൈവം നിങ്ങളെ നിയോഗിച്ചിരിക്കുന്ന ഔദ്യോഗിക മണ്ഡലങ്ങളിലായാലും നിങ്ങളെ നിയോഗിക്കുന്ന ആത്മീക മണ്ഡലങ്ങളിലായാലും നിങ്ങളെ ഉപയോഗിക്കുവാൻ വേണ്ടി നിങ്ങൾ സൗന്ദര്യമുള്ളവരാണെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചുമ്മാ ഇതിലൊന്നും കറങ്ങിയടച്ച് നടക്കാനുള്ളവരൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവസഭ ഒന്നിച്ച് നിങ്ങളെ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ സൗന്ദര്യമുള്ളവരാണ്, നിങ്ങൾ കഴിവുള്ളവരാണ്, നിങ്ങൾ ദൈവകൃപയുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കുഞ്ഞിനെ ഇവിടെ സംരക്ഷിക്കുവാൻ ഈ മാതാപിതാക്കൾ തയ്യാറെടുക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഒന്ന്, രാജാവിൻ്റെ കൽപ്പന തൃണവൽക്കരിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ സംരക്ഷിച്ചാൽ സ്വന്തം പടലിയുടെ മണ്ടയ്ക്ക് തല കാണത്തില്ല അല്ലേ? അല്ലേ? ജീവനെ പോലും തൃണവൽക്കരിച്ച ഈ കുഞ്ഞിനെ സംരക്ഷിക്കും. 3 മാസം കഴിഞ്ഞപ്പോഴത്തെ കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ പൊങ്ങി വരാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി സംരക്ഷിച്ച് വെക്കാനായിട്ട്
പറ്റത്തില്ല, അപകടമാണ്. അപ്പോൾ അവർ ചെയ്തു, നമുക്കറിയാം, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ആ ഭാഗം ഒത്തിരി വിശദീകരിക്കുന്നില്ല. ഒരു പെട്ടി, ഹല്ലേലൂയ, സ്തോത്രം, വാങ്ങി അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ പശ തേച്ച് വെള്ളം കയറാത്ത പോലൊക്കെ ആക്കി സീൽ ചെയ്തിട്ട് അതേ ഇടയിൽ കൊണ്ടുപോയി ഈ പെട്ടി വെച്ചു. ഹല്ലേലൂയ. സ്വന്തം സഹോദരന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി സഹോദരി മിരിയാം ദൂരെ നോക്കി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ, നമ്മൾ ഒത്തിരി വായിച്ചു പോയിട്ടുള്ള ഭാഗമാണ്, ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗത്ത് അങ്ങനെ ഒറ്റ വാക്കിൽ എഴുതി വിട്ടിരിക്കുക. പക്ഷെ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. ഈ സഹോദരി നിൽക്കുന്ന സ്ഥലം എവിടാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഇത് രാജകുമാരി കുളിക്കാൻ വരുന്ന കുളിക്കടവിന് സമീപമാണ്, അല്ലേ? അങ്ങനെയല്ലേ അവിടെ വായിക്കുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ രാജകുമാരി നാട്ടുകാരുടെ കുളിക്കടവിൽ വല്ലതും പോയി കുളിക്കുവോ? എവിടെ ആയിരിക്കും കുളിക്കുന്നത്? രാജകൊട്ടാരത്തിൻ്റെ പരിധിക്കുള്ളിലുള്ള സ്ഥലത്തായിരിക്കും കുളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാജകൊട്ടാരത്തിൻ്റെ പരിധിക്കുള്ളിൽ ആര് കയറിയിരിക്കുന്നേ? മിരിയാം കയറിയിരിക്കുന്നേ. ശ്രദ്ധിക്കണേ, രാജകൊട്ടാരത്തിൻ്റെ പരിധിക്കുള്ളിലാ. ഇവക്ക് വല്ല അനുവാദമോടൊന്നും ഇങ്ങനെ കിട്ടിയായിരുന്നോ? അല്ലെങ്കിൽ വല്ല പരിശോധനയും കഴിഞ്ഞിട്ടാണോ അവളവിടെ കയറി നിൽക്കുന്നത്? ഒന്നുമല്ല. അവക്ക് നല്ല ബോധ്യമുണ്ട്, തന്നെ ആരെങ്കിലും കണ്ടെത്തിയാൽ ആ നിമിഷം തന്നെ കൊന്നുകളയുന്നുള്ള ബോധ്യത്തിലാണ് അവൾ വന്ന് നിൽക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഇസഡ് കാറ്റഗറി സുരക്ഷാ മേഖലയ്ക്കുള്ളിൽ ഒരു കരിയിലെ അനുവാദം കൂടാതെ, അത് ചലിച്ചാൽ മേലുദ്യോഗസ്ഥന്മാരുടെ ഉത്തരവിന് കാക്കാതെ വെടിവെക്കുവാൻ ആയുധവുമായി നിൽക്കുന്ന പട്ടാളക്കാർ ചുറ്റും കാത്തു നിൽക്കുന്ന അതീവ സുരക്ഷാ മേഖലയ്ക്കുള്ളിൽ ഒരു സഹോദരി തൻ്റെ സഹോദരൻ എന്ത് സംഭവിക്കുന്നെന്ന് കാണാൻ അത് നോക്കി നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. ഒരു അഭിഷക്തൻ ഒരു സമൂഹത്തിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന് ഉയർന്നു വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വില കൊടുക്കുന്ന, മുതൽ മുടക്കുന്ന, ഹല്ലേലൂയ, സഹോദരിമാരെ, മാതാക്കളെ, പിതാക്കളെ ഒക്കെ ദൈവത്തിന് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചുമ്മാതൊരു ദിവസം മോശ അങ്ങ് ഉയർത്തെഴുന്നേറ്റ്, അതെ, ഹല്ലേലൂയ, സ്തോത്രം, നേതാവായതൊന്നും അല്ല. അതിൻ്റെ പിന്നിൽ മുതൽ മുടക്കി ഒരുപാട് പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. രാജകുമാരി കുളിക്കാൻ വരിക. ഞാൻ പറഞ്ഞു കുളിസ്ഥലം എവിടെയാന്ന് വിശദീകരിക്കാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. ഏത് നദിയിലാണ് കുളിക്കാൻ വരുന്നേ? നൈൽ നദിയിലാണ്. ആ നദിയൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ആ നദിയൊന്ന് നോക്കി, സൂക്ഷിച്ച് നോക്കിക്കേ. ആ നദിയിലാ യഹൂദന്മാരുടെ സകല ആൺകുട്ടികളെയും ജീവനോടെ ഇട്ട് കൊന്നുകളയുന്ന നദി. ആ നദി ശാന്തമായ നദിയൊന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. പുറമേ ശാന്തമെന്ന് തോന്നാമെങ്കിലും അതിൻ്റെ ഉള്ളിൽ അടിത്തട്ടിൽ ഹിംസ്ര ജീവികൾ മുതലുള്ള സകല സമുദ്ര ജീവികളുമുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന, കടിച്ചു കീറുന്ന, അത് ജലച്ചെന്നായികളുള്ള അതേ ഒരു നദി. ദൈവത്തിന് സ്തോത്രം. ജീവനോടെ യഹൂദന്മാരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ നദിയിലേക്ക് കൊണ്ടിടുന്ന മാത്രയിൽ അതേ ഓടി വന്ന് വാപ്പിളർന്ന്, അല്ലെങ്കിൽ ജീവനുള്ള കുഞ്ഞിനെ അപ്പാടെ വലിച്ചു കീറി വിഴുങ്ങി തിന്നുന്ന ഹിംസ്ര ജീവികളുള്ള മലിനമായ നദി. ഈ ജീവനുള്ള കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങൾ, അല്ലെങ്കിൽ ജീവനുള്ള കുഞ്ഞുങ്ങളുടെ ശരീരങ്ങൾ വലിച്ചു കീറുമ്പോൾ ചൂട് രക്തം അതെ ഒലിച്ച് അതെ ചുമന്ന നിറമായിരിക്കുന്ന ഒരു മലിന നദിയാണ്. ഏത് നദി? ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെയൊന്നും അല്ല കൊണ്ടിടുന്നത് കേട്ടോ. എബ്രായയുടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ആ ദിവസം അവിടെ കൊണ്ടിടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് മാത്രമല്ല, ഒന്നുകൂടൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ആ നദിയിൽ ഒഴുകി നടക്കുന്ന ചില ശരീര അവയവങ്ങളൊക്കെ ഉണ്ട്. വലിച്ചു കീറി തിന്നതിൻ്റെ ബാക്കിയൊക്കെ അതിലേതിലെല്ലാം ഒഴുകി നടക്കുന്ന മലിന നദി. ഈ നദിയിലേക്ക് ആര് കുളിക്കാൻ വരുന്നേ? ലോകം ഉണ്ടായത് മുതൽ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ കാര്യം? നമ്മുടെ ഇവിടെയൊക്കെ തോടുണ്ട്. പണ്ടുള്ളവർക്കൊക്കെ അറിയാം. അങ്ങനെ തോടുകളൊക്കെ ഉള്ളിടത്ത് സമീപത്ത് ജീവിച്ചിരുന്ന തോടിലൊക്കെ കുളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് വല്ല എലിയോ പാമ്പോ വല്ലതും ചത്തു വന്നാൽ നമ്മൾ ആ വഴിക്ക് വല്ലതും പോവായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് അസാധാരണമായ പദ്ധതിയാണ്. അല്ലെ, ദൈവത്തിനൊരു പ്രജയെ സംരക്ഷിക്കണമെന്ന് തോന്നിയാലുണ്ടല്ലോ, അതിന് ലോകം അതേ വിധിക്കുന്നത് പോലെ ചിന്തിക്കുന്നത് പോലെയൊന്നും അല്ല ദൈവത്തിന് അതിനെ സംരക്ഷിക്കുവാനുള്ള പദ്ധതി. ദൈവത്തിന് സ്തോത്രം. ഈ മലിനമായ കുളിക്കടവിലേക്ക് കുളിക്കുവാൻ രാജകുമാരിയെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, മോശയെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
ഓടി വരിക. ആര്? മിരിയാം ഓടി വരിക. എബ്രയ കുഞ്ഞാണെന്ന് മനസ്സിലായി. ഒരു എബ്രയ സ്ത്രീയെ കൊണ്ടുവരട്ടെന്ന് ചോദിക്കുക. വേഗം കൊണ്ടുവരാൻ പറഞ്ഞു. കുഞ്ഞിൻ്റെ കരച്ചിൽ അസഹനീയമാണ്. വിശന്നിട്ട് ഓടിക്കൊണ്ടുവന്ന് സ്വന്തം കുഞ്ഞിനെ. ഒറ്റ വാക്കി ഞാൻ ആ ഭാഗം പറഞ്ഞ് നിർത്താം. ദൈവത്തിന് സ്തോത്രം. ലോകമുണ്ടായത് മുതൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു വലിയ അത്ഭുതം അവിടെ സംഭവിക്കുക. ഈ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഓരോ മാസവും ഏത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നാണോ ഈ കുഞ്ഞിനെ കൊല്ലാൻ ഉത്തരവിട്ടത്, അതേ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. രാജാവിൻ്റെ പ്രൗഢിക്കൊത്തവണ്ണം, രാജാവിൻ്റെ ശ്രീ ഭണ്ഡാരത്തിൻ്റെ പ്രൗഢിക്കൊത്തവണ്ണം ഈ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് മാസം ട്രഷറിയിൽ നിന്ന് ഈ സഹോദരിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വരിക. പ്രൈസ് ദി ലോർഡ്. ഒരു അഭിഷക്തനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കുടുംബം തീരുമാനമെടുക്കുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടുന്ന സന്ധാരണത്തിനുള്ളത് മുഴുവൻ ശത്രുവിൻ്റെ പാളയത്തിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും കൊണ്ടുവന്ന് തരാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് പോൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ആകുലപ്പെടുന്നവരാണോ? കൊച്ചുമക്കളുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്നവരാണോ നിങ്ങൾ? ദൈവത്തിന് വേണ്ടി അവരെ വളർത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവിക വഴികളിൽ അവരെ നടത്തിയിട്ടുണ്ടെങ്കിൽ, ശത്രുവിൻ്റെ പാളയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേണേലും അവർക്ക് വേണ്ടുന്ന നന്മ കൊണ്ട് തരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയ്ക്കായി മുമ്പോട്ട് വിളിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമ്മൾ 25-26 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന്. ഹല്ലേലൂയ, വലിയ വെളിപ്പാടാ. 40 വർഷം രാജകുമാരനായി ഹല്ലേലൂയ വളർന്ന അതേ സ്തോത്രം. ഹല്ലേലൂയ, ഈ മകൻ പുറത്തു വന്നിട്ട് പറയുക, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന. എവിടുന്നായി ബൈബിൾ ക്ലാസ് കിട്ടിയേ മോശയ്ക്ക്? 40 വർഷം അവിടെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്നപ്പം അവിടെ വല്ലതും ബൈബിൾ ക്ലാസ് വല്ലതും ഉണ്ടായിരുന്നോ? സുവിശേഷ യോഗമോ സൺഡേ സ്കൂളോ വല്ലതും ഉണ്ടായിരുന്നോ? കൊണ്ടുവിടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഈ അമ്മ ഒരു ബൈബിളൂടെ കൊടുത്താണോ വിട്ടേ? ഒന്നുമല്ല, അന്ന് അതൊന്നും ഇല്ലായിരുന്നു നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, സാധാരണ കുഞ്ഞുങ്ങളുടെ മുലകൊടി മാറുക എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് 4-5 വയസ്സ് വരെയാ കുഞ്ഞുങ്ങളെ മുലകൊടുത്ത് അന്ന് വളർത്തിക്കൊണ്ട്. നമ്മുടെ വലിയപ്പച്ചന്മാരോടും വലിയമ്മച്ചരോടൊക്കെ ചോദിച്ചാൽ അറിയാം, പഴയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് യഹൂദന്മാർ അവരുടെ മക്കൾക്ക് 4-5 വയസ്സ് വരെയൊക്കെ മുലപ്പാൽ കൊടുത്ത് വളർത്തുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞത് 4 വയസ്സെങ്കിലും ആയപ്പോഴായിരിക്കും ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഫറവോൻ്റെ കൊട്ടാരത്തിൽ തിരികെ ഏൽപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഓരോ പ്രാവശ്യവും ഈ കുഞ്ഞിന് അമ്മ ആഹാരം കൊടുക്കുമ്പോഴും ഈ കുഞ്ഞിൻ്റെ ചെവിയിൽ പറയുന്ന ചില ആത്മീയ സത്യങ്ങളുണ്ടായിരുന്നു. കുഞ്ഞെ, നീ നാളെ വളരാൻ പോകുന്നത് ഫറവോൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഫറവോൻ്റെ മകളുടെ മകനായിട്ടാണ്. നിനക്ക് നാളെ ഔദ്യോഗിക രംഗങ്ങളിൽ വലിയ ഉയർച്ചകളും നന്മകളും ഒക്കെ കിട്ടും. നീ അവിടെ ചിലപ്പോൾ രാജാവാകാൻ വരെയുള്ള വഴിയുണ്ട്. എന്നാൽ നീ ഒരു കാര്യം ഓർത്തോണം കേട്ടോ, നിന്റെ ജനമെന്ന് പറയുന്നത് അവിടെയല്ല, അവരല്ല. നിനക്കൊരു ജനമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് അവിടുത്തെ ദൈവമല്ല കേട്ടോ, നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു പ്രമാണമുണ്ട് കേട്ടോ, നിനക്കൊരു മാതാപിതാക്കളുണ്ട് കേട്ടോ. നിന്റെ ജനം ഇത്ര വർഷമായി മിസ്രയീമിൽ അടിമത്തത്തിലാ കേട്ടോ. നിന്റെ കാലത്താണ് ഈ ജനത്തെ ദൈവത്തിന് ഇവിടെ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോകാനുള്ള പദ്ധതിയുള്ളത് കേട്ടോ. നിനക്ക് സമയമാകുമ്പോൾ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വരേണ്ട ഒരു സമയമുണ്ട് കേട്ടോ. ആ സമയത്ത് നീ പുറത്തു വന്ന് ഈ ജനത്തെ നയിക്കുവാനുള്ള നിയോഗം നിന്റെ മേലുണ്ട് കേട്ടോ. ഇത് പറഞ്ഞ ഈ കുഞ്ഞിനെ ഓരോ പ്രാവശ്യവും ഈ അമ്മ ആഹാരം കൊടുത്തത്, അത് ആ മനസ്സിൽ 4 വയസ്സിനോ 5 വയസ്സിനോ താഴെ പതിഞ്ഞ ആ ആത്മീക സന്ദേശമാണ് 40 വർഷങ്ങൾക്ക് ശേഷം ഈ ആളെ ഹല്ലേലൂയ സ്തോത്രം മോശയെ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനിടയായത്. എന്നെ കേൾക്കുന്നത് ഈ ജനമേ, കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്ന പ്രിയപ്പെട്ടവരെ, വല്യപ്പന്മാരെ, വല്യമ്മമാരെ, അതേ മാതാപിതാക്കളെ, ദൈവത്തിന് സ്തോത്രം. ആ കുഞ്ഞു പ്രായത്തിൽ പകരുന്ന ആത്മീയ സത്യം എന്ന് പറഞ്ഞ് വളരെ വിലപ്പെട്ടതാ കേട്ടോ. ഹല്ലേലൂയ. വിലപ്പെട്ട ആത്മീയ സത്യങ്ങൾ നമ്മൾ പകർന്നു നൽകിയാൽ ഹല്ലേലൂയ നാളുകളിൽ അഭിഷക്തന്മാരായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഉയർന്നു വരുവാനിടയായി തീരും. ഒരു ആത്മീയ ഉണർവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം നെടുനായകത്വം വഹിക്കുവാൻ നമ്മുടെ തലമുറകളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കുവാനിടയായി തീരട്ടെ. കുഞ്ഞുങ്ങളെല്ലാം വേഗം മുമ്പോട്ട് വന്നാട്ടെ. കുഞ്ഞുങ്ങൾ എല്ലാവരും വേഗം മുമ്പോട്ട്, ദൈവദാസിനോട് മുമ്പോട്ട് വരുമല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവദാസ് നേരത്തെ ഓർപ്പിച്ചതുപോലെ എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും പഠിക്കാത്ത കുഞ്ഞുങ്ങളും എല്ലാം മുമ്പോട്ട് വന്നാട്ടെ. ദൈവസഭ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. നിങ്ങൾ അഭിഷക്തന്മാരായിട്ട്, നിങ്ങൾ അഭിഷക്തകളായിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത അതെ വിശുദ്ധ പ്രജകളാണ് നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളെ ദൈവസഭ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ പോകുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവസഭ ഒന്നിച്ച് ഹല്ലേലൂയ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു മോശ കുഞ്ഞിനെ പോലെ, ഒരു ശമൂവേൽ ബാലനെ പോലെ അതേ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ദൈവരെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ അതേ തനിക്കുള്ള അല്പ ഭക്ഷണ പൊതിയെ നൽകിയ ആ ബാലകൻ ഹല്ലേലൂയ പ്രശസ്തനായി തീർന്നതുപോലെ ഹല്ലേലൂയ ദൈവികമായിട്ടുള്ള വലിയ അത്ഭുതത്തിന് അതേ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ അതിന്റെ തുടക്കക്കാരനായി നിൽക്കുവാൻ ദൈവം ഉപയോഗിച്ചതുപോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന അനുഗ്രഹീത മാനപാത്രങ്ങളായി തീരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കേണ്ടതിന് ശക്തമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഭ ഒന്നിച്ച് ഇവരുടെ മുന്നിലേക്ക് കരങ്ങളെ ഒന്ന് നീട്ടാമോ? നമ്മൾ ഒന്നിച്ചാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുതെന്ന് പറഞ്ഞ് കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതവും ധന്യവുമായി നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ദൈവസഭയിലുള്ള ഞങ്ങളുടെ സകല കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്നിട്ടുള്ളവർക്കായി, കടന്നു വരാതെ വിവിധ സാഹചര്യങ്ങളിലായിരിക്കുന്നവർക്കായി, വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സകല കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വരവ് താമസിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പകരമായി ദൈവസഭയുടെ നെടുനായകത്വം വഹിക്കുവാൻ, ശുശ്രൂഷയുടെ നെടുനായകത്വം വഹിക്കുവാൻ, അഭിഷക്ത ശുശ്രൂഷയുമായി ഈ കുഞ്ഞുങ്ങളെ നിയോഗിക്കേണ്ടതിന് ഞങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സഭയായി ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർ വഴിയാത്രകളിൽ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. അവരുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. അവരുടെ ആരോഗ്യ മേഖലകളിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അനുഗ്രഹിക്കപ്പെട്ട സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള, ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അതേ സഭയ്ക്കും കുടുംബത്തിനും ദേശത്തിനും അനുഗ്രഹമായി വളർന്നു വരുവാൻ ഞങ്ങൾ ഒന്നിച്ചവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. ഭാവിയിൽ അവർ സുവിശേഷകന്മാരുണ്ടാകട്ടെ. ഔദ്യോഗിക രംഗങ്ങളിൽ പ്രയോജനപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ചിലരുണ്ടാകട്ടെ. ശുശ്രൂഷ മേഖലകളിലായിരിക്കുന്നവർ അല്ലെ വിവിധ ജോലി മേഖലയിലൊക്കെ ആയിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നുണ്ടാകാൻ പോകുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അവർ മാന്യതയോടെ നിലനിൽക്കുവാൻ ദൈവം അവരെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. പഠിക്കുവാൻ ബുദ്ധി കുറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, അവരെ പ്രത്യേകമായി ജ്ഞാനം കൊണ്ട് ദൈവം നിറയ്ക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയായി ഞങ്ങൾ ഒരിക്കൽ കൂടി അവരെ അനുഗ്രഹിക്കുന്നു കർത്താവ്. അവരെ അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള സൺഡേ സ്കൂള്, അതേ മാസ്റ്റർ, അതേ അധ്യാപകർ, ദൈവദാസനെ, കുടുംബം എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്തു. ഇവിടെ മാതാപിതാക്കളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. അവരെല്ലാവരെയും ഒന്നിച്ച് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. സ്തോത്രം യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കുഞ്ഞുങ്ങൾക്ക് പോയിരിക്കാം. ഇന്ന് പകൽവേളയിൽ ബഹുമാന്യ ദൈവദാസനിലൂടെ ശ്രേഷ്ഠവും അനുഗ്രഹമായൊരു സന്ദേശം കേൾപ്പാനിടയായല്ലോ. കർത്താവിൻ്റെ ദാസൻ അർപ്പിച്ചത് നാം സാധ്യതകളെ കണ്ടെത്തണം, നമ്മുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങളുടെ കഴിവുകളെ കണ്ടെത്തണം. ഇങ്ങനെ പറയുവാനിടയായി തീർന്നല്ലോ. ഇവിടെ ഒരു ബാലകൻ ഉണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ വീട്ടിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളായി, നമ്മുടെ വീട്ടിൽ പ്രയോജനപ്പെടുന്ന, സമൂഹത്തിന് പ്രയോജനപ്പെടുന്നവരാകുവാൻ ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസൻ ആഹ്വാനം ചെയ്തു. നാമും സാധ്യതകളെ കണ്ടെത്താം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മോശയുടെ മാതാപിതാക്കളെ പോലെ അവർ പ്രാർത്ഥിച്ചതുപോലെ ദൈവരാജ്യവ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കേട്ട സന്ദേശങ്ങളെ വഹിച്ചുകൊണ്ട് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വിശേഷാൽ ഇവിടെ കടന്നു വരികയും അനുഗ്രഹിത സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്ത ബഹുമാന്യ സാലു സാറിനോട് ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. തന്നെയും തൻ്റെ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. തൻ്റെ വാക്കുകൾ അനേകർക്ക് മാറ്റം വരുത്തുവാൻ, അനേക കുഞ്ഞുങ്ങളുടെ ഇടയിൽ
അത് പ്രയോജനമായി തരുവാൻ പിന്നെയും കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. ഈ ആഴ്ചത്തെ